ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമകാലിക ചർച്ചയല്ല, പക്ഷേ എന്നാലും കേരളത്തിൽ ഒരു ഗോസിപ്പ് റവന്യൂ എത്രത്തോളം ഉണ്ട്, അതിന്റെ വ്യാപ്തി എത്രത്തോളമാണ്. 2026 ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആവണമെങ്കിൽ പാലിക്കേണ്ട കുറെ കാര്യങ്ങളും പാലിക്കേണ്ട മര്യാദ അങ്ങനെയല്ല ഗൈസ്. നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാല് കേരളത്തിൽ ഇതിന് മാത്രം ഗോസിപ്പ് ചാകരകൾ ഉണ്ട് എന്ന് നമുക്ക് ചില ചാനലുകൾ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മൾ എന്തുകൊണ്ട് നമുക്കതൊന്നും കിട്ടുന്നില്ലല്ലോ, നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ എന്നുള്ളത് അറിയുന്നുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് അതിന്റെ ആ ഒരു കെട്ടടങ്ങുമ്പോഴായിരിക്കും നമ്മൾ അതിലേക്ക് ഇറങ്ങണം. അല്ലല്ല, അങ്ങനെയല്ല, അറിയുന്നുണ്ട്, നമ്മളത് കാണാറുമുണ്ട്. ഇതൊക്കെ നല്ല കൗതുകത്തോടെ കേൾക്കാറുണ്ട്. നമുക്കത് പ്രസന്റ് ചെയ്യാനുള്ളൊരു എന്നല്ലേ, ആ ഒരു കുറച്ചിങ്ങനെയൊക്കെ ഇട്ട് പ്രസന്റ് ചെയ്യുന്ന സാധനം ചൂടോടുകൂടി വിളമ്പണം. ചൂടോടുകൂടി വിളമ്പണം. ആ പ്രസന്റ് ചെയ്യുന്ന രീതി, കുറച്ച് തംബ്നെയില്, ടൈറ്റില്, അതൊക്കെ കാണുമ്പോ നമുക്ക് ക്ലിക്ക് ചെയ്യേ തോന്നും. അതെ, കൗതുകം തോന്നും ഇങ്ങനെ. അപ്പൊ ആ സാധനമൊക്കെ കിട്ടുന്ന ഒരു റവന്യൂ സോഴ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം അവര് കൂടുതൽ ഈ ഗോസിപ്പ് ചാനൽ അല്ല, റിയാക്ഷൻ ചെയ്യണ വീഡിയോസ്, റിയാക്ഷൻ ചാനൽ. ഗോസിപ്പ് ചാനൽ എന്ന് പറയാം അല്ല, അവര് സംസാരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് ഗോസിപ്പ് പോലത്തെ സാധനങ്ങളാണ്. അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ തന്നെ സംസാരിക്കുന്നത് അല്ലെന്നല്ല, നമ്മള് നല്ല പുണ്യമന്മാരെന്നല്ല, പക്ഷെ അങ്ങനെ ആ പോലത്തെ സാധനങ്ങളാണ്. ഇപ്പൊ എന്താ പറയാ, ഒറിജിനൽ കണ്ടന്റ് അല്ല, ഒറിജിനൽ കണ്ടന്റ് എന്ന് പറയാൻ പറ്റൂല. ഒരു വേറൊരു പാർട്ടി ചെയ്തത് അതിന്റെ ഒരു സാധനം എടുത്തു വെച്ചിട്ട് അത് റിയാക്ട് ചെയ്യണതും അതിന്റെ അഭിപ്രായം പറയണതും, ഒപ്പീനിയൻ കുറച്ചുകൂടെ ന്യൂസ് സോഴ്സ് പോലെ ഇങ്ങനെ പറയാ. അതാണ് അല്ലേ അങ്ങനെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ അറിയുന്നത്. പത്രത്തിലൊന്നും വരില്ലല്ലോ. അതെ. പിന്നെ ഇവര് ഇതെന്ന് വെച്ചാൽ ഇവര് അങ്ങനെ അധികം ഈ റിയാക്ട് ചെയ്യണ ചാനൽ അധികം അങ്ങനെ ചൂസ് ചെയ്യാറില്ല, അങ്ങനെ ചൂസ് ചെയ്യാവാറില്ല. ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിലും ഒരു കണ്ടന്റ് അവർ കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഒരു ദിവസം ഒരു 2 വീഡിയോ, ഒരു വീഡിയോ എന്തായാലും അവർ ഇടും. എവിടെന്നെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും കാണും. അല്ല, കണ്ടെത്തുന്നതാണ് തേടി വരുന്നത്. എന്തുമാത്രം ഇപ്പൊ പ്രശ്നങ്ങൾ ഇങ്ങനെ അങ്ങ് കൊന്നുകൂടി ഇങ്ങനെ ഇരിക്കുകയല്ലേ. അവർക്ക് ഈ പ്രശ്നം വരുമ്പോ ഒരു ഇത് വെച്ചൊന്ന് കലക്കി കഴിഞ്ഞ നമുക്ക് തന്നെ കൊതി തോന്നും. അല്ല, കാര്യമായിട്ട് പറഞ്ഞ ഇത് വെച്ചൊന്ന് അലക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 10,000-20,000 രൂപ ഇന്നത്തേക്ക് അല്ലേ. അത് നമുക്ക് അത് കാണുമ്പോ ഒരു അസൂയുണ്ട്, പിന്നെ അസൂയാവഹമായ വളർച്ച. അപ്പൊ അവര് സാധാരണ സാധനങ്ങൾ ഇടാറുണ്ട്. ഇപ്പൊ മറ്റേ എനിക്ക് തോന്നുന്നു ഇപ്പോ വലിയ ഇപ്പൊ സലീംകുമാർ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇടാറുണ്ടെങ്കിൽ, റെലവെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ അത്ര വ്യൂസ് ഒന്നും കിട്ടില്ല. ഇങ്ങനത്തെ ഗോസിപ്പ് സാധനങ്ങൾക്കാണ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നമ്മള് ഒരു ലൈവ് ഇട്ടിരുന്നല്ലോ, തൊപ്പിയുടെയും ഷമീറിന്റെ ആ ഒരു ഇഷ്യൂ. അതിന് നല്ല ഓട്ടം ഉണ്ടായിരുന്നു, നല്ലൊരു ഓട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു സമയത്ത് തന്നെ സമകാലിക സമയത്ത് തന്നെ സംഭവിച്ചായിരുന്നു മറ്റേ റസൂൽ പൂക്കുട്ടിയും വിഷയം തന്നെ. അത് എന്തോരം കറങ്ങി കൊള്ളായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്യൂട്ടി വ്ളോഗറിന്റെ ഒരു ഇത്, അത് എന്തോ മൈവേ കല്യാണി, അത് കുറച്ച് നല്ല, അത് ഭയങ്കര ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ഓടിയതാണ്. കാര്യം എന്തോ കൊളാബറേഷൻ ചോദിച്ചിട്ട് കൊടുത്തില്ല, അതുകൊണ്ട് അവര് മറ്റൊരു ഡീഫെയിം ചെയ്യുന്ന രീതിയിൽ വീഡിയോസ് ഇട്ടു എന്നുള്ള സംഭവം. ആ സംഭവം അതും ചാകരയായിരുന്നു. അതും നല്ല വ്യൂവേഴ്സ്, നല്ല ത്രസ്റ്റ് ഉള്ള സാധനമായിരുന്നു. കാരണം ആ ഒരു സബ്ജക്ട് എടുത്താലും നല്ല വ്യൂവേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞല്ല, അതിന് മുമ്പേ തന്നെ തൊപ്പി വന്നു, ഷമീറിന്റെ മറ്റേ ഡ്രഗ് ടെസ്റ്റ്. ഡ്രഗ് ടെസ്റ്റ്, ഡ്രഗ് ടെസ്റ്റിന് അത് സ്പെഷ്യൽ മെൻഷൻ ചെയ്യേണ്ട സീക്രട്ട്. പുള്ളി മറ്റേ എങ്ങനെയും പൊളിച്ച രീതിയിൽ അങ്ങ് ഇറങ്ങി. പക്ഷേ ഒരു കഴിവും കൂടെ എന്ന് വെച്ചാൽ ഇതിനൊരു നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ അവർ ഒറിജിനൽ കണ്ടന്റ് എടുക്കുന്നില്ലെന്ന് പറഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള ഒരു സാധനം വേണം ഇതിന്. അത് ഏതാണ്ട് ഒറിജിനൽ കണ്ടന്റ് ആയിരുന്നു തോന്നുന്നു ആ ഒരു സംഭവം. മറ്റേ പുള്ളി ലിങ്ക് ഒക്കെ എങ്ങനെയാണ് തുറന്ന് നോക്കേണ്ടത് എന്നൊക്കെ പുള്ളി ആൾക്കാർക്ക് DIY പറഞ്ഞു കൊടുത്തായിരുന്നു. എല്ലാം പറഞ്ഞു കൊടുത്ത് പുള്ളിക്ക് അങ്ങനെ ഒരു
എന്തോ ഒരു പേഴ്സണൽ ദേഷ്യമുള്ള പോലെ തോന്നി എനിക്ക്. പുള്ളിക്കാരന്റെ അടുത്ത് എന്തോ ഒരു തൊപ്പിയിലെ കൂട്ടുകാരന്മാരുടെ അടുത്ത് എന്തോ ഒരു പേഴ്സണൽ, പ്രത്യേകിച്ച് ആ ജാസിയുടെ അടുത്തൊക്കെ ജാസിന് സ്പെഷ്യൽ മെൻഷൻ എല്ലാ വീഡിയോസിലും കാണാം. ഇത്തിരി പേഴ്സണൽ ആയിട്ട് എന്തോ ഇഷ്യൂ ഉള്ള പോലെ ആയിരുന്നു. അതെ. അപ്പൊ ആ ഒരു സാധനങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വന്നതായിരുന്നു മറ്റേ അഹാനയുടെ. അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അഹാനയുടെ. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഓരോ ദിവസവും ഇങ്ങനെ കണ്ടന്റുകൾ കൊടുക്കുന്ന യൂട്യൂബേഴ്സ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? ഈ അഹാനയുടെ ഒക്കെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് വഴിയല്ലേ ഒരു കണ്ടന്റ് കൊടുത്തു. ഈ ഒരു അമ്മച്ചിയുടെ ഒരു പ്രശ്നം എന്താണ്, ഒരു കുടുംബത്തിൽ നിൽക്കേണ്ട സാധനമായിരുന്നു അത്. ഇട്ട് അവരിങ്ങനെ പൈസ അവരും ഉണ്ടാക്കുന്നു, റിയാക്ട് ചെയ്യുന്നവരും ഉണ്ടാക്കുന്നു, നമ്മള് മാത്രം ഇത് കണ്ടോണ്ടിരിക്കുന്നു, അല്ലേ? നമ്മള് സത്യം പറഞ്ഞാൽ ഏതാണ്ട് ആ ഒരു, ഇപ്പൊ ആൾക്കാർ പറയും നമ്മളിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ എടുക്കുമ്പോഴേക്കും നിങ്ങൾ മറ്റേ കൂട്ടം കൂടിയിരുന്ന് പരദൂഷണം പറയുന്നു, ഇത് പറയുന്നു, അങ്ങനെയൊക്കെ പറയായിരുന്നു, വിമർശിക്കുമായിരുന്നു ആൾക്കാർ. അതെ, ഇത് ചെയ്യുന്നു മറ്റേത് ചെയ്യുന്നു, കുറച്ച് 4-5 പേര് ഹെഡ്സെറ്റും വെച്ച് നാട്ടിലുള്ള പരദൂഷണവും പറയുന്നു. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, അതിനൊരു പരദൂഷണം എക്കോണമി എന്ന് പറയുന്ന ഒരു സാധനം മാർക്കറ്റ് അവര് ഉണ്ടാക്കി അതിന് നല്ലൊരു റവന്യൂ സോഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. നേരെ നമ്മളെ മാർക്കറ്റിലോട്ട് ആ പൈസ വരെയാണ്. ഇന്ത്യ വരട്ടെ, ഇന്ത്യനൊക്കെ വേണം വളരട്ടെ, കരഞ്ഞോട്ട് പറയാം. അല്ല, അങ്ങനത്തെ കണ്ടന്റ് ജനറേറ്റ് ചെയ്യാനും എളുപ്പമാണ്. കാര്യം ഈ പറയുന്ന കണക്ക് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട, തംബ്നെയിലും വലിയ അങ്ങനെ വലുത് കണ്ടിട്ടില്ല വലുതായിട്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് അതെടുത്തിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ പറയുക എന്നുള്ളൊരു സംഭവം. പക്ഷെ ആൾക്കാരെ പിടിച്ചിരുത്താൻ അതിനൊരു സംസാരിക്കാൻ ആ ഒരു സംസാരിച്ച് ആ ഒരു അക്കൂസിനൊക്കെ കുറച്ച് സംഭവം ഉണ്ട്, അല്ലെ? കുറച്ച് മസാല അവന് ഉണ്ട്. പക്ഷേ സികെക്ക് ഒരു കഴിവുണ്ടെന്നു. സികെക്ക് മസാല പറയാൻ, മസാല അല്ല ഈ ഒരു ടോപ്പിക്. സികെക്ക് ഒരു ഇതുണ്ട്, എനിക്ക് തോന്നിയിട്ടുമുണ്ട്. പിന്നെ എന്നാലും അതിനൊരു മസാല ഇതും പറഞ്ഞിട്ടേ എന്താ പറയാ, ഒരു കഴിവ് വേണം. പിന്നെ ഒരു മനസ്സിലൊരു മറ്റേ ഇത് പാടില്ല എന്ന് വെച്ചാ കഴിഞ്ഞാൽ ഒരു ഇൻഡിവിഷൻ പാടില്ല. എന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാര് പരദൂഷണം പറയും, അങ്ങനെ വിചാരിക്കും. അങ്ങനെ നമ്മൾ ആ ഇമേജ് കോൺഷ്യസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇമേജ് അല്ല മറ്റേ ഞാൻ എന്തോ വലിയ ഒരു സംഭവമാണ്, ഞാൻ ഇതൊന്നും സംസാരിക്കാൻ, ചിലവരിങ്ങനെ പറയുമല്ലോ ഈ ടോപ്പിക് ഭയങ്കര പ്രിവിലേജ് ആയിട്ട് പറയും ഈ ടോപ്പിക്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിൽ തന്നെ തൊപ്പിയുടെ സാധനം നമ്മൾ ഡിസ്കസ് ചെയ്യണോ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അത് നമ്മളെന്തോ മറ്റേ നമ്മളെന്തോ ഹൈ പ്രിവിലേജ് ആയിട്ടുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ഡിസ്കസ് ചെയ്ത് നാറ്റിക്കണം മറ്റേ ഇങ്ങനെ പറയും. ആദ്യം പറയും ഇതൊന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല, ഇതൊന്നും ഞാൻ ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റസിന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കേ ഉള്ളൂ. അല്ല, അത് ചർച്ച ഇത്രയും വ്യൂസും ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ആൾക്കാർ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഇപ്പം നമ്മളിങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയാണ്, ഇത്രയും ഒരു പണിയില്ലാതെ ഇങ്ങനെ ഷെയിം ചെയ്യുമല്ലോ, ഒരു പണി ഇതല്ല ചുമ്മാ ചെയ്യുന്നുണ്ടെന്ന് പറയുമെങ്കിലും അതിനൊരു എന്താ പറയണ്ട, വേറൊരു സാധനം എടുത്ത് ചെയ്യുന്നത് പബ്ലിക്കായിട്ട് അവർ ഇട്ടിട്ടല്ലേ അവർ ചെയ്യുന്നത്. അതിന് കുഴപ്പമൊന്നുമില്ല, അതൊരു പണിയുണ്ട്. ഇപ്പൊ നമ്മളെ സിനിമയിലെ റിവ്യൂ തന്നെ വേറൊരു പാർട്ടിയുടെ ഒരു സാധനം എടുത്ത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു, അതിനൊരു ഇതുണ്ട്. പിന്നെ പല ഗെയിം കളിക്കുന്നത്, ഗെയിമും വേറൊരു സാധനം എടുത്ത് നമ്മൾ ഗെയിം കളിക്കുന്നു, അതിന്റെ ഇതിലല്ലേ പോകുന്നത്, ഗെയിമിന്റെ ഇതിലല്ലേ പോണത്. അപ്പോഴത് അങ്ങനെ പറയാൻ പറ്റൂല, അവരുടെ ഒരു ഇൻപുട്ട് ഉണ്ട് അതിൽ, അതൊരു ഇൻപുട്ട് ഉണ്ട്. എന്നാലും ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നതില് ചിലപ്പോ വേറൊരു പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തായാലും ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. പൂക്കുട്ടിയുടെ സാധനം എനിക്കറിയില്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഏതായാലും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന സാധനങ്ങളാണ്. അതിനെ അവരെടുത്ത് കൃത്യമായിട്ട് ഒരു എന്താ ഫോർമാറ്റിലാക്കിയിട്ട് അവര് ഇത് ഇവരൊന്നും അല്ല, ഈ റിയാക്ട് ചെയ്യണവരൊന്നും അല്ലല്ലോ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത്, ഇത് ഉണ്ടാവുന്നതല്ലേ, അത് ഉണ്ടാവുന്നതല്ലേ. അതില് ലാസ്റ്റ് വന്നത് അമ്മച്ചി പ്രശ്നത്തില് അവരല്ലേ ഇട്ടത്. അത് അമ്മച്ചി പ്രശ്നത്തില് ആദ്യം
പുള്ളിക്കാരിയാണ് ഇട്ട അമ്മച്ചി പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് അമ്മച്ചി പ്രശ്നം എന്താണെന്ന് നിങ്ങൾ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്യണ്ട, അവിടെയൊന്നും ഇല്ല. എല്ലാരും ടേക്ക് ഡൗൺ ഒക്കെ ചെയ്തു. ഇനി റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ ഉള്ളൂ. അതിൽ കോമഡി എന്ന് പറഞ്ഞാൽ അത് ടേക്ക് ഡൗൺ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത് ഫാമിലി പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിസ്കസ് ചെയ്ത്, അതുകൊണ്ട് നമ്മൾ ടേക്ക് ഡൗൺ ചെയ്യും. ആദ്യം വീഡിയോ ഇട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി എന്നിട്ട് പറയണത് ഇത് ഫാമിലി പ്രശ്നമാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല, നമ്മൾ തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്തോളാം, ഇത് പേഴ്സണൽ ഗെയിന് വേണ്ടി. അല്ല ഇത് ടേക്ക് ഡൗൺ ചെയ്ത് അതിന്റെ റവന്യൂ കിട്ടോ? അത് ടേക്ക് ഡൗൺ ചെയ്ത ഇതുവരെ ഉള്ള റവന്യൂ കിട്ടുമല്ലോ. എന്നുവെച്ചാൽ ആഡ് ഓടിയതല്ലേ, നമ്മള് ഓഡിയന്റെ സാധനം ഇട്ടിട്ട് പ്രൈവറ്റ് ആക്കിയാലും അതുവരെയുള്ള റവന്യൂ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് 1.5 മില്യൺ എന്തോ ഉണ്ട്. 1.5 മില്യൺ 1.5 മില്യൺ എന്ന് പറയാൻ 50 സെക്കൻഡ് 50 മിനിറ്റ് ഉണ്ടല്ലേ? 50 മിനിറ്റ് 50 മിനിറ്റ് ഉണ്ട്. 1.5 മില്യണിന് എങ്ങനെ പോയാലും 1 ലക്ഷം രൂപ ഉറപ്പാണ്. 1 ലക്ഷം രൂപ ഉറപ്പാണ് ആ റവന്യൂ. നമ്മുടെ ഒരു കണക്ക് വെച്ചിട്ട് ഇത് മറ്റേ ഡേ ട്രേഡിംഗ് ഇത്രയും ലാഭമില്ല. ഒരു ദിവസം ഡേ ട്രേഡിങ്ങിന് ഇപ്പൊ 1 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ റിസ്ക് കൊടുക്കണ്ടേ? അതിൽ നഷ്ടപ്പെടാനും ചാൻസ് ഇല്ലേ? ഇതിൽ നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലല്ലോ. ഇതിൽ നഷ്ടപ്പെടാൻ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു സംഭവം ഉണ്ട്. ഇമേജ് സാധനം ഇമേജ് ലാസ്റ്റ് അവര് രക്ഷപ്പെടുത്തിയല്ലോ. ഇപ്പൊ അവർക്ക് ഇമേജ് പെട്ടെന്ന് വന്നല്ലോ. അല്ല ഇതുവരെ ഉള്ള ഇപ്പോഴും പറഞ്ഞല്ലോ പേഴ്സണൽ ഗെയിന് നമ്മൾ അങ്ങനത്തെ ഫാമിലി അല്ല, നമ്മളങ്ങനത്തെ ഇതല്ല, നമ്മളങ്ങനെ നമ്മളെ ഫാമിലി മാറ്റേഴ്സ് ഒന്നും പുറത്തു കൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളല്ല. നമ്മളെല്ലാം പറഞ്ഞ് സിറ്റായിക്കോളാം, നിങ്ങൾ അവിടെ മിണ്ടായിരിക്കും. അത് എന്തോ മറ്റേ അമ്മച്ചി ഇത്തിരി പോര് തുടങ്ങിയപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാണ് കൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബില് അമ്മുമ്മ വന്നിട്ട് റോസ്റ്റ് ചെയ്യണതും അമ്മുമ്മ വന്നിട്ട് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ട ഒരു ടൈം വരെ എത്തി. അത് യൂട്യൂബിന്റെ ഒരു വളർച്ച ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. യൂട്യൂബിന്റെയും ഈ ഇതിന്റെയും ഒരു അമ്മാമ്മ വന്നിട്ട് കൊച്ചുമോളെ കുറിച്ചും മകളെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യണ ഒരു സാധനം വരെ വന്നു. ടെക്നോളജി അത്രയും എത്തി, അത്രയും ആൾക്കാരിലേക്ക് എത്തി. പിന്നെ ആൾക്കാര് അത് സംസാരിക്കാൻ തുടങ്ങി. ഇത് സംസാരിച്ചെന്നും പറഞ്ഞു ബാക്കിയുള്ള നമ്മുടെ ശ്രോതാക്കളല്ലല്ലോ, ഓഡിയൻസിന് അതൊരു നോർമലാ. ഇതങ്ങനെ ഒരു സംഭവം ഇതൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ ഒരു അവരുടെ ഇപ്പൊ ഒരു ബിസി ലൈഫിൽ ആൾക്കാർക്ക് ഇതൊക്കെ ഒരു എൻജോയ്മെന്റ്. ഇപ്പൊ നേരത്തെ ദാസനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരാള് ഒരു സാധനം പറയും, എന്നിട്ട് അതിന്റെ റിയാക്ഷൻ ആയിട്ട് മറ്റേ ആൾ എക്സ്പ്ലനേഷൻ കൊടുക്കും. ഈ ഒരു ഫോർമാറ്റ് പരിപാടി നീ നേരത്തെ പറഞ്ഞ മറ്റേ പ്രവീൺ കൊച്ചു അങ്ങനെ ഒരു അവരെ ഫാമിലിയിൽ നടന്ന ഒരു സംഭവം അതിലാണ് തുടങ്ങിയത്. അതിലാണ് നല്ലൊരു ഇത് കയറിയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവരാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് തോന്നുന്നത്. ഒരാള് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ഗെയിൻ ഉണ്ടാവും. അങ്ങനെ ഒരു പരസ്പരം വർദ്ധനക്കി ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരാള് എക്സ്പ്ലെയിൻ ചെയ്യുക, മറ്റേ ആള് പിന്നെ ലൈം ലൈറ്റിൽ നിൽക്കുകയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ലൈം ലൈറ്റിൽ നിന്ന് പോകുമ്പോൾ കുറച്ച് ലൈം ലൈറ്റിലൊക്കെ വരും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഈ ഡാമേജ് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മള് വിചാരിക്കും പോലെ ആയിരിക്കുമല്ലോ വരണത്. ഇന്റർനെറ്റ് നമ്മൾ വിചാരിക്കും പോലെ ചിലപ്പം ഏത് സൈഡിൽ തിരിയോന്ന് മനസ്സിലാവൂല. അതെങ്ങനെ വൈറലാവും അറിഞ്ഞുകൂടാ. പിന്നീട് അത് മീമാവും, പിന്നീട് അത് വേറൊരു ഭയങ്കര ഒരു പ്രശ്നമാവും. അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പം ഒരാളിങ്ങനെ പറഞ്ഞിട്ട് ആദ്യം പറയണ ആളിന്റെ കൂടെ നിൽക്കുമ്പോഴ് അവര് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് ഇടുമ്പോഴ് അവര് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ മൂന്നാമത് ഇടുമ്പോ ഇവര് ശരിയാണെന്ന് തോന്നുന്നു. അത് കമന്റ്സ് നമ്മൾ എല്ലാത്തിലും പോയി നോക്കണം. അപ്പൊ നല്ല രസമായി. ഇവിടെ കമന്റ് ചെയ്തത് തന്നെ അപ്പുറത്ത് വരും, പറയും നിങ്ങളാണ് ശരി. അത് മറ്റേ തൊപ്പിയുടെ സാധനത്തിൽ ആദ്യം ഷമീർ ഇട്ടപ്പോ അവരുടെ സൈഡിലായിരുന്നു, തൊപ്പി ഇട്ടപ്പോ തൊപ്പിയുടെ സൈഡിലോട്ട് മാറി, പിന്നെ വീണ്ടും തിരിച്ചായി. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കുറച്ച് കഴിയുമ്പോ ഇത് ആൾക്കാർ മറക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോ ആൾക്കാർ മറന്നിട്ട് ഇപ്പൊ വേറൊരാള് പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും കൂടെ അയക്കും കുറച്ചു പേരെങ്കിലും. അതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു തൊപ്പിയുടെ സാധനമൊക്കെ ഇപ്പം പിന്നെ ഇതായി ചർച്ച. ഇപ്പൊ ഇതായി കുറച്ച് അമ്മമായി ചർച്ച, അമ്മച്ചിലേളായി. അതേപോലെ ആ ഒരു ഗ്രോത്തും അതും ഭയങ്കര കമാൻഡിങ് ആണ് നമ്മുടെ
ലിറ്ററസി റേറ്റ് അല്ല, നമ്മുടെ ഒരു ടെക്നോളജിയുടെ വളർച്ചയും അതിനെ കാണിക്കുന്നു. അമ്മച്ചിക്ക് അമ്മച്ചി വാട്സാപ്പില് വോയിസ് വാട്സാപ്പിൽ മെസ്സേജ്, പക്ഷെ വോയിസ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. അതുകൂടെ പഠിക്കണം. അത് പഠിച്ചില്ല, അത് കറക്റ്റ് ആയില്ല. മറ്റേ പുള്ളി അഹാനയ്ക്ക് കുറച്ചുകൂടെ ഡിലീറ്റ് ചെയ്യാനും പരിപാടി എങ്ങനെയാണെന്നുള്ള അറിയാം, ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് അറിയാം, എങ്ങനെ നമ്മുടെ സ്വന്തം ഇമേജ് ക്ലിയർ ആക്കി വെക്കണം എന്നുള്ളൊരു സാധനം അറിയാം. എനിക്ക് തോന്നുന്നു ആ ഒരു ഇമേജിന് കോട്ടം തട്ടുമോ എന്നൊരു സംഭവം വന്നപ്പോഴാണ് ഇതൊരു ഫാമിലി മാറ്റർ ആയത്. അതെ അതെ, കുറച്ച് എനിക്ക് തോന്നുന്നു അവിടെ അമ്മച്ചിയും കുറച്ച് എക്സ്പ്ലനേഷനും പിന്നെ അമ്മച്ചിയെ ബിച്ചെന്ന് വിളിച്ചെന്നും അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാ, എടിപൊടി ബന്ധം, അങ്ങനെ അമ്മച്ചി എടിപൊടി ബന്ധം ഉള്ളതെന്നും കണ്ടപ്പോഴ് കുറച്ച് ഇതൊക്കെ നമ്മളെ മാറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് സെറ്റ് ആയിക്കോളാന്നും പറഞ്ഞ് പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അമ്മച്ചി ശരിയല്ല, അമ്മച്ചി മൂഷേട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്, അമ്മച്ചിയെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നമുക്ക് പാടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാലിഡ് ആണ്. ചില കിളവികൾ, കുറച്ച് പരട്ട കിളവികളുണ്ട്. ഉണ്ട്. അപ്പൊ നമ്മൾ ആ വീഡിയോ കാണുമ്പോഴേ നമുക്ക് പുള്ളിക്കാരി ഭയങ്കര ഒരു നല്ലൊരു നല്ലൊരു ഓമനത്തുള്ളൊരു മറ്റേ കവിയൂർ പൊന്നം വേണമെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. ഇടയ്ക്കൊക്കെ കയ്യിന്ന് പോകുന്നുണ്ട്. അത് ഓക്കെയാണ്. അപ്പോഴങ്ങനെ പറഞ്ഞ് അങ്ങനെ എല്ലാ അമ്മച്ചിയും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാ. പക്ഷെ എടി പൊടി എന്നൊക്കെ അവര് പറയുമ്പോൾ അത് ആൾക്കാർ, ഈ മലയാളികളും മറ്റേ കുടുംബ പ്രേക്ഷകര് അമ്മുമ്മ ഇത്രയും പ്രായമുള്ള സ്ത്രീ എന്തും പറഞ്ഞോട്ടെ, എടി പൊടിന്ന് വിളിക്കുവോ, നീ എന്ന് വിളിക്കുവോ, അതൊന്നും സഹിക്കൂല. അല്ല, അത് സഹിക്കത്തുമില്ല. പിന്നെ ഇവർക്കൊരു ഇവരെ ഈ ഫാമിലി ഉണ്ട്, കൃഷ്ണ ഫാമിലി ഉണ്ടല്ലോ, ഇത് യൂട്യൂബിലെ വലിയൊരു സംഭവമാണ്. മലയാള യൂട്യൂബിലെ വലിയൊരു സംഭവമാണ്. കാര്യം ഇവര് 4 പേര് ഒരു കണ്ടന്റ് തന്നെ ഇട്ടാൽ പോലും അതിനൊരു മെജോറിറ്റി വ്യൂസ് ഉള്ള ഒരു സാധനമാണ്. ഒരു നമ്മുടെ ഒരു ഇന്ത്യയിൽ അംബാനി പോലെയാണ് കേരളത്തിലെ യൂട്യൂബിൽ അവര്. അതെ, യൂട്യൂബിലെ ഒരു സംഭവമാണ് അവര്. പിന്നെ അതിൽ തന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ ബാക്ക്ലാഷസും ഇതൊക്കെ വന്നിട്ടുള്ളത് ഈ മറ്റേ പുള്ളിക്കാരിക്കാണ്, ഓസി. അവരൊക്കെയാണ് കുറച്ചുകൂടെ ഒക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുള്ളൊരു ഇമേജ് ഉള്ളത്. അതെ അതെ, ഓസി അവർക്കാണ് മറ്റേ, പിന്നെ അവരെ ഭർത്താവിന്റെ മറ്റേ കോഴിക്കാല് അങ്ങനത്തെ കുറച്ച്, പിന്നെ മറ്റേ മോഷണം അതെ, അതിനൊക്കെ അവര് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടാന്ന് വിളിച്ചാ പോടാന്ന് വിളിക്കുന്ന ആ ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണെന്നുള്ളത്. പക്ഷെ അഹാന കൃഷ്ണയ്ക്ക് ഇങ്ങനെ അയ്യോ ഈ കുട്ടി ഇല്ലത്തെ കുട്ടി ഇങ്ങനെ പറയോ എന്നൊക്കെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ പറയോ എന്ന് വെച്ചാൽ ഒരു സിനി ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ അപ്പോഴേ അമ്മാമ്മ കൂടെ കൊണ്ടുവന്ന് അമ്മാമ്മ എക്സ്പോസ് ആക്കി കളഞ്ഞു. എനിക്ക് തോന്നുന്നു പുള്ളി ഹീറ്റ് ഓഫ് ദ മൊമെന്റില് ഇങ്ങനെ ഞാൻ എന്നുവെച്ചാ ഇങ്ങനെ വിട്ടാ പറ്റൂല, ഇത്രയും പറഞ്ഞല്ലേ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ വിട്ടാ പറ്റൂല. അപ്പോഴൊരു ഹീറ്റ് ഓഫ് ദ മൊമെന്റില് എന്നാ ഒരു വീഡിയോ എടുത്ത് കളയാം എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് പുള്ളിക്കാരി ഇങ്ങനെ പറയാണ്, പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോയി. പിന്നെ അവരും റിയാക്ട് ചെയ്ത് ഇങ്ങനെ പറയുമ്പോഴേ അവരെ പ്രസന്റേഷനും ചിലപ്പോൾ നന്നായിരിക്കും, അതും പറയുമ്പോഴേ കയ്യിൽ നിന്ന് പോകുന്നു, ഇമേജ് മൊത്തത്തിൽ ഇടിയോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിരിക്കാൻ ചിലപ്പോൾ പറ്റൂല. അതാണ് അവര് പിന്നെ ഇത് ഡാമേജ് കൂടുതൽ സാധ്യത ഉള്ളത് അഹാനയ്ക്കാണ്. അല്ല, ഡാമേജ് വന്ന് തുടങ്ങിയായിരുന്നു ഏകദേശം. കാര്യം കമന്റ്സിലെല്ലാം ഇങ്ങനെ അമ്മച്ചി സപ്പോർട്ട് ചെയ്താണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതല്ല, അത് മലയാളികൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ അച്ഛൻ അല്ല അമ്മ തല്ലിയ പിള്ളേക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയണ പോലത്തെ ഒരു സെറ്റ് ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഇപ്പൊ ചിലപ്പം പുള്ളിക്കാരുടെ ഭാഗത്ത് ന്യായം കാണുമായിരിക്കും, അഹാനയുടെ ഭാഗത്തൊക്കെ ന്യായം കാണും. ഇപ്പൊ നീ പറഞ്ഞല്ലോ ചില അമ്മച്ചിമാര് വളരെ ടോക്സിക് എന്നല്ല, ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിക്കും, ഭയങ്കര ടോക്സിക്കും, ഭയങ്കര ചിലപ്പോ നല്ല അബ്യൂസും ചെയ്യും, ഭയങ്കര രീതിയിൽ അബ്യൂസ് ചെയ്യും. ഇരിക്കാനും പറ്റൂല. എല്ലാരും അല്ലെങ്കിൽ നമ്മളിപ്പം അമ്മൂമ്മമാര് ഇപ്പം വല്ലപ്പോഴും ആണ്ടിലും ആവണിക്കും കാണാൻ പോണ ഒരു സ്നേഹം നിറഞ്ഞ അമ്മൂമ്മയാണ്. വീട്ടിലൊക്കെ നിൽക്കുമ്പം മിക്കവർക്കും കുറച്ച് പ്രശ്നങ്ങളും അമ്മൂമ്മയായിട്ടുള്ള ഇതൊക്കെ വരും. ചിലപ്പം പാടാ ചിലവർക്ക് പാടാ, പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ അതേപോലത്തെ ഇതായിരിക്കും ചിലപ്പോ ഇവിടെ നടന്നത്. പക്ഷെ എന്നാലും ഒരു ഈ പബ്ലിക് ഇങ്ങനെ എവര് ക്രിയേറ്റ് ചെയ്ത ഒരു ഓറ, ഒരു മറ്റേ
പ്രധാനമന്ത്രിയൊക്കെയാണ് കൊച്ചിനെ കൊണ്ടുപോയി കാണിക്കുന്നത്. അമ്മാതിരി ടീമാ, ആ ഒരു ലെവലിലുള്ള ആൾക്കാരാ. അപ്പൊ ആ ഒരു ലെവലിൽ നിന്നിട്ട് അമ്മമ്മയും അവരും തമ്മിൽ ഇതേപോലൊരു എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മളിപ്പം അമ്മയും ഇപ്പം വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നം അന്ന് അവിടെ മറ്റേ അവര് ഫോർച്യൂണറിന്റെ ഇതിൽ കണ്ടിട്ടുണ്ട്. ഈ അമ്മുമ്മ തമ്മിലുള്ള പ്രശ്നം കൊച്ചുമോളും അമ്മുമ്മയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ. അതങ്ങനെ യൂട്യൂബിൽ ആദ്യമായിട്ടാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്, ഹൈലൈറ്റ് ഉണ്ട് അതിന്. അല്ല ഇവരെല്ലാം ഇങ്ങനെ പബ്ലിക് ഇടുന്നതാണല്ലോ, അവരുടെ ലൈഫ് ഫുൾ ഇടുന്നില്ല. അതിന്റെ കൂട്ടത്തിൽ ഇതിവിടെ പോട്ടെ എന്ന് വിചാരിച്ചു തരണം. അല്ല ഇവരെല്ലാം പബ്ലിക്കിന്റെ മുമ്പേന്ന് ഇടൂല. അതിപ്പോ മനസ്സിലായില്ലേ? ഇപ്പൊ അമ്മച്ചിയുടെ പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നെന്നാണ് അവര് പറയുന്നത്. അപ്പൊ എന്നാ നേരത്തെ എന്തുകൊണ്ട് ഇട്ടില്ല? എല്ലാരും നല്ല കാര്യങ്ങളല്ലേ ഇടുള്ളൂ. ഇത് നല്ല ഹാപ്പി മൊമെന്റിൽ കുറച്ച് സാധനങ്ങൾ ഇടും, അമ്മുമ്മയെ സർപ്രൈസ് ചെയ്യി പോണ എന്തെങ്കിലും ഇടും. അല്ലാതെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ആരും പറയത്തുമില്ല, അങ്ങനെ ഇടൂലല്ലോ. പിന്നെ ഇത് കയ്യിൽ നിന്ന് പോയപ്പോഴും ഒന്ന് പറഞ്ഞു, അത് കഴിഞ്ഞപ്പോ തിരിച്ച് അമ്മുമ്മയും അവരെല്ലാരും കൂടെ പറഞ്ഞപ്പോഴും മൊത്തത്തില് ഒരു വേറൊരു ഇമേജ് ആയി. അതങ്ങനെ കത്തി ഒരുപാട് അങ്ങ് പോവാതെ ഇരുന്ന്, എന്ന് വെച്ചാൽ ഇത് ഒരു ഡേർട്ടി ലോട്ട് ചിലപ്പോ ഇനി അവര് റിയാക്ട് ചെയ്യേണ്ടി വരും. അല്ല ചിലപ്പോ അവര് റിയാക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോ ഇവര് മറ്റേ എന്തോ ഓഡിയോ ഒക്കെ മറ്റേ പുള്ളിക്കാരുടെ ഉണ്ടെന്ന് പറയുന്നു, യാഹാനയുടെ ഉണ്ടെന്ന് പറയുന്നു. ചിലപ്പോ അതൊക്കെ റിലീസ് ദേഷ്യം വന്നിരിക്കുമ്പോ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് അറിയണം. മറ്റേ തൊപ്പി അന്ന് ഒരു സാധനം ചെയ്തില്ലേ, അപ്പൊ അത് അവര് വേവിൽ ഇതൊക്കെ ഇട്ടതായിരിക്കും. പക്ഷെ എന്നാലും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ഈ എക്സ്പ്ലനേഷൻ ചെയ്യുന്ന സാധനങ്ങളിൽ കുറച്ചുകൂടി ഈ സംസാരിക്കാൻ കഴിവുള്ള ആളിനെ എപ്പോഴും ബെനിഫിറ്റ് വരും. അതിപ്പോ അയാളുടെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റ് കാണുമായിരിക്കും, എന്നാലും ഈ സംസാരിക്കാൻ കഴിവുള്ളവനാണെങ്കിൽ അത് എങ്ങനെയും വളച്ചൊടിച്ച് സെറ്റാക്കും. മാനിപ്പുലേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. പറഞ്ഞും ഒരു സംഭവം ഇപ്പൊ തൊപ്പീര റിയാക്ഷൻ തന്നെ അത് മൊത്തത്തില് ഇത് വേറെ വസ്തുതപരമായിട്ടുള്ള ഒരു കാര്യമൊന്നും പുള്ളി പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ പുള്ളി നല്ല രീതിയിൽ പറഞ്ഞ അലിഗേഷൻസ് ഒന്നും ആൻസർ ചെയ്തിട്ടില്ല. പിന്നെ മൊത്തത്തിൽ ആ മോറൽ അങ്ങ് ആദ്യമേ ഇടിച്ചിട്ടാണ് തുടങ്ങിയത്. അർത്ഥം ഈ ഒരു സാധനം, ഈ അലിഗേഷനും എല്ലാം ഈ വീഡിയോസ് ഒക്കെ ഇട്ട് മൊത്തത്തിൽ തിരിച്ചിട്ടാണ് അത് തുടങ്ങിയതും. പക്ഷെ എല്ലാം കൊണ്ട് മൊത്തത്തിൽ കൊളായി. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം ഇപ്പം വേവ് കയറി ദേഷ്യം കയറി തൊലച്ചു കളയാന്ന് പറഞ്ഞാണ് ഇട്ടത്. പക്ഷെ അത് ഒന്ന് സമീപനം പാലിച്ച് കുറച്ച് ദിവസമൊക്കെ ഒന്ന് ഇതായിരുന്നെങ്കിൽ പുള്ളിക്കാരനും ഈ ഒരു അവസ്ഥ, ഈ ഒരു ഇത്രയും ഡാമേജ് വരൂലായിരുന്നു പുള്ളിക്ക്. അത്ര ഡാമേജ് വരൂലായിരുന്നു. കുറച്ച് ചെയ്യുമ്പോൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ വലിയ വേറെ രീതിയിൽ വരായിരുന്നു. പക്ഷെ ഇത് മൊത്തത്തില് വേറൊരു വിഷയം ആയിപ്പോയി. പണ്ടാണെന്നെങ്കിൽ ചിലപ്പോ ഇപ്പൊ ഈ റിയാക്ഷൻ ചാനലിന്റെയും കൂടെ ഇമ്പോർട്ടൻസ് പറയണം. കാര്യം ഇങ്ങനത്തെ സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പിടിക്കും. പണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രീഡം കുറച്ചുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്ര റിയാക്ഷൻ ചാനലൊന്നും ഇല്ലാത്തപ്പോഴത്തേക്ക് ചിലപ്പോ വേണമെങ്കിൽ 2 പേരെ 10 പേരെ കണ്ടുള്ളൂ. അതിപ്പോ ആ എവന്മാരെ ഇഷ്യൂവിന് ഏറ്റവും എനിക്ക് തോന്നുന്നു ഇപ്പൊ അവരുടെ വീഡിയോസ് അവരുടെ ചാനലില്ല, സീക്രട്ട് ഉള്ളൂ. ഇവര് എനിക്ക് തോന്നുന്നു റിയാക്ട് ചെയ്യുന്നവർ ഇതെല്ലാം സ്പോട്ട് ചെയ്ത് ഉടനെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഡോക്യുമെന്റഡാ, കൃത്യമായ ഡോക്യുമെന്റേഷൻ അവരുടെ. അപ്പൊ അല്ല അത് അല്ലാതെ തന്നെ കിട്ടൂടാ എന്ന് പറഞ്ഞ ഇപ്പം ആൾക്കാർക്ക് ഇപ്പം നമുക്ക് ആളൊന്നും വെക്കണമെന്നൊന്നും ഇല്ല, നമ്മൾ തന്നെ മെനക്കെട്ടിരിക്കണമെന്നൊന്നും ഇല്ല. ഇപ്പൊ ചിലര് തന്നെ ഇപ്പം ഇങ്ങനത്തെ കോൺട്രവേഴ്സി സാധനങ്ങൾ വരുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെക്കും. ഇനി കിക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു പ്ലാറ്റ്ഫോമിൽ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്ന അത് തന്നെ അവര് മറ്റേ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പാർട്സ് ആയിട്ട് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ ഇവർക്ക് പ്രൊമോഷൻ ആയിരിക്കൂല, അവരെ PR ചിലപ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇവരെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് വീഡിയോസ് യൂട്യൂബിൽ ഇടും. അത് അവിടെ തന്നെ കിടക്കുകയും ചെയ്യും. ചിലപ്പം ബാൻ ഇതൊക്കെ കൊടുക്കാൻ പറ്റും, പക്ഷെ എത്രയെന്നും പറഞ്ഞ് കൊടുക്കും. പക്ഷെ ഇങ്ങനെ റിയാക്ട് ചെയ്ത് വെക്കുമ്പോഴേ ഓരോന്നിങ്ങനെ റിയാക്ട് ചെയ്ത് വേണമെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു സാധനം കൊടുക്കാൻ പറ്റും, പക്ഷെ അതൊക്കെ അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം ഇവിടെ പക്ഷേ ഇപ്പം അങ്ങനെ സ്ട്രൈക്ക് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഫേസ് ലെസ് ആയിട്ടുള്ള എത്രയോ ചാനലുകളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പം നോക്കിയപ്പോൾ തന്നെ ഒരു ചാനലിൽ അവരുടെ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്.
ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു അഹാനയുടെ ഇഷ്യൂവിൻ്റെ സാധനമാണ്. അവർ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ ഈ ബാക്കിയുള്ള പാസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് പോകുമ്പോൾ 515 ഇത് ഭയങ്കര കുറവാണ്. പക്ഷെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് 40K ആദ്യമേ ഓടി. അപ്പം ഇതായിരിക്കും അവരുടെ ബ്രേക്ക് ത്രൂ. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ അവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അവർക്ക് എങ്ങനത്തെ ടൈപ്പ് കണ്ടന്റ് ഇനി ഇടാം എന്നുള്ളൊരു സാധനമൊക്കെ ഇങ്ങനെയാണ് അവർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതേപോലെ കുറേ ചെറിയ ചെറിയ ചാനലുകൾ കുറേ ഉണ്ട്. ഇപ്പം അത് ഒരു എല്ലാത്തിനെയും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കര ഒരു റിസൾട്ടും ഉണ്ട്. ആ ഒരു സാധനത്തിൽ നല്ല എന്ന് പറഞ്ഞാൽ നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. ഇപ്പം അങ്ങനത്തെ ഇപ്പം നമ്മൾ തന്നെ ഒരു ഇപ്പം അങ്ങനത്തെ വിഷയങ്ങൾ എടുത്ത് ഇപ്പം തൊപ്പീരെ ലൈവ് ചെയ്യുന്ന നമ്മൾ സംസാരിച്ചപ്പോഴും തന്നെ അതിൽ വേണമെങ്കിൽ തൊപ്പീരെ ഇതോ MRC ഗ്യാങ് എന്ന് ടൈറ്റിലൊക്കെ ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഓടിയാണ്. ഇപ്പം ഇതിൽ തന്നെ അമ്മാമ്മ ഇഷ്യൂ എന്നും പറഞ്ഞ് നമ്മള് ടൈറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓടും. അപ്പൊ ഇട്ട് നോക്കല്ലേ ഇത് ഓടും. അതിന്റെ ഒരു തമ്പ് റൂള് പോലെ ഇത് ഇപ്പൊ നമുക്കിപ്പം നമ്മളെ നമുക്ക് യൂട്യൂബിൽ അല്ലാത്ത കണ്ടന്റ് ഉണ്ടല്ലോ, നമ്മൾ ഓടുമെന്ന് വിചാരിക്കണ അത് ഉറപ്പ് പറയാൻ പറ്റൂല. ഇപ്പം ഈ റൈസ് ആവട്ടെ അങ്ങനത്തെ ഇത് വ്യൂസ് കിട്ടുമെന്നും പറഞ്ഞിരുന്നപ്പോ ഒന്നും കിട്ടത്തില്ല. ക്വാളിറ്റി കൂടിയെന്നും പറഞ്ഞ് വ്യൂസ് കിട്ടുമെന്ന് വിചാരിക്കും, ഒന്നും കിട്ടൂല. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അമ്മച്ചിലേളെ ഇട്ടെന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ഇതില് മറ്റേതില് അങ്ങനെ ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്, ഉറപ്പ് പറയാൻ പറ്റൂല. ഇത് എന്റർടൈൻ ആവോ, കാരണം ഇത് എന്റർടൈനും കൂടെ ആവണമല്ലോ. മറ്റേതില് ഇപ്പൊ നമ്മള് ഇപ്പൊ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ട് നമ്മൾ വെറുതെ എങ്ങനെ ഇരിക്കുകയായിരുന്നു ഒരു 5 മിനിറ്റ് വിഷമിച്ച് ഇരുന്നാലും അത് കാണും, ആൾക്കാരിരുന്ന് കാണും. ആ പ്രശ്നം ഉള്ളതുകൊണ്ട് ആൾക്കാര് റിട്ടൻഷൻ സ്കിപ്പ് അടിക്കാതെ ഇരിക്കും. അല്ല അത് സംഭവം എന്താ വെച്ചാൽ ഒരു 10 മിനിറ്റ് ചിലപ്പോൾ മിണ്ടായിരുന്നിട്ട് മറ്റേ ഓഡിയോയുടെ സാധനം എങ്ങനെ ആയിരിക്കും ഇടുന്നത്, എന്നിട്ട് നമുക്ക് കേട്ട് നോക്കാം. ഇങ്ങനെ ഇരിക്കും അപ്പൊ അതൊരു 5 മിനിറ്റ് അങ്ങനെ പോയി. ഞാൻ ആലോചിക്കും, ശരിയാണ്, നമ്മള് മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും 5 മിനിറ്റ് അവനെ ലാഭിച്ചു. അല്ല അതൊക്കെ എന്തെല്ലാം ടെക്നിക്കുകളായി. നമുക്ക് ഇതൊന്ന് കാണാം പറഞ്ഞ് പ്ലേ ചെയ്തിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് കൃത്യമായിട്ട് അവതരിപ്പിക്കണം, അത്രേ ഉള്ളൂ. അതായത് എൻ്റെ തുടക്കം എന്താണ് എന്നുള്ള സാധനം പറയുക. എനിക്ക് ഈ ചാനൽ ഇല്ല കേട്ടോ. തുടക്കം എന്താണെന്ന് പറയാം, പിന്നെ അതിന് കിട്ടുന്ന തെളിവുകൾ അല്ലെങ്കിൽ അതിന് നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് അതെല്ലാം കൃത്യമായി കാണിച്ചിട്ട് എൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു വീഡിയോ കണ്ടാൽ മതിയല്ലോ, കൃത്യമായിട്ടുള്ള സാധനം എന്താണെന്നുള്ളത് മനസ്സിലാവുമല്ലോ. പിന്നെ ചെറുതായിട്ട് ഒന്ന് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും, ഒരു ആർട്ടിക്കുലേറ്റ് ചെയ്തവര് ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇഷ്യൂ എന്താണെന്ന് ടോട്ടലായിട്ട് ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം മഹാനയില് ഇവരൊക്കെ റിയാക്ട് ചെയ്ത് ചാനല അപ്പോഴ് ഞാൻ ചാനൽ കണ്ടിട്ടില്ല, ചിലപ്പോ അവരെങ്ങനെയായിരിക്കും പറഞ്ഞത്, ഇതൊക്കെ എല്ലായിടത്തും എല്ലാ വീട്ടിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ഇന്നും വലിയ സംഭവമൊന്നും അല്ല, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് അറിയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് 2 ഇതിലും അങ്ങനെ പ്രശ്നമില്ലാത്ത രീതിയിൽ ഒന്ന് എൻഡ് ചെയ്യും. വലിയ അങ്ങോട്ട് ചായയൊന്നും ചെയ്യൂല. ഇതൊക്കെ ഫാമിലി ആകുമ്പോ അങ്ങോട്ടും തട്ടിമുട്ടിയൊക്കെ പോകും, അങ്ങനത്തെ രീതിയിൽ പറഞ്ഞവർ വെക്കും. അങ്ങനെ വെക്കാനേ സാധ്യത ഉള്ളൂ. അല്ല പറയാൻ പറ്റൂല ചിലപ്പോ ചിലര്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ PR കൊടുക്കാൻ നല്ല PR നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ റിയാക്ഷൻ ചാനലിൽ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ PR-ന് നല്ല പൈസ കിട്ടാൻ ചാൻസ് ഉള്ള സാധനമാണ്. അതുവഴിയും റവന്യൂ സോഴ്സ് ഉണ്ട്. ഇത് ആഡ് റവന്യൂ അല്ലാതെ വേണമെങ്കിൽ ഒരാളെ വൈറ്റ് വാഷ് ചെയ്യണമെങ്കിലും പിന്നെ അങ്ങനത്തെ റവന്യൂ കിട്ടാൻ ചാൻസ് ഉള്ള സാധനം. ഇപ്പം ബിഗ് ബോസിലാവട്ടെ, ഇപ്പം ബിഗ് ബോസ് ആർട്ടിക്കുലേറ്റ് ചെയ്ത് സംസാരിക്കുമല്ലോ ഓരോ എപ്പിസോഡ്, അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം അതൊക്കെ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്. ബിഗ് ബോസ് റിവ്യൂ ചാനലുകൾ കാണുമ്പോ നമുക്ക് തോന്നും ഇങ്ങനെ ചിലരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറയണ പോലെ. അവര് ചെറിയ കുറ്റം ഒരു വലിയ കുറ്റം ചെയ്താലും ചെറുതായിട്ട് കാണിക്കും, പിന്നെ മറ്റൊരു ചെറിയ കുറ്റം വലുതായിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഒരു ചായ മനസ്സിലാവും. ഇതൊരു അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവൂലെങ്കിൽ ഇതൊരു ഒരു പെയ്ഡായിട്ട് ആയിരിക്കും പോണതെന്ന് മനസ്സിലാവും. പിന്നെ വേറെ പല പല കാര്യങ്ങളും, പിന്നെ ഈ ന്യായീകരിക്കണ വൈറ്റ് വാഷിംഗ് ഉണ്ടല്ലോ. അതെ, ഈ നീ നേരത്തെ പറഞ്ഞ ബിഗ് ബോസിന്റെ സാധനം അതില് ഇപ്പം ഒരു ന്യായം സത്യം എന്നുള്ള സംഭവം ഒന്നുമില്ല, ഓരോരുത്തർക്കും ഉണ്ട്. ഇങ്ങനെ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ്സ് പറയുന്ന രീതിയിലുള്ള ചാനലുകൾ ഓരോരുത്തർക്കും ഉണ്ട്. ഈ കണ്ടസ്റ്റന്റ് തന്നെ പോണതിന് മുന്നേ സെറ്റ് ചെയ്തിട്ടായിരിക്കും പോണത്. അതെ, സെറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ചിലപ്പോൾ അവര് അല്ലാണ്ട് തന്നെ
പുറത്ത് PR ഏജൻസി കുറെ ഉണ്ടല്ലോ, അവര് ചിലപ്പം കോണ്ടാക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെയുണ്ട്, കോണ്ടാക്ട് ചെയ്ത് സെറ്റ് ചെയ്യും. പിന്നെ ഇപ്പൊ ഇവരൊക്കെ ഒരു കാർട്ടലാണ്. ഇവരൊക്കെ ഇപ്പൊ യൂട്യൂബേഴ്സ് ആവട്ടെ ഒരു കാർട്ടൽ പോലെയാണ്. ഒരു മൊത്തത്തിലൊരു എല്ലാരും ഉണ്ട്, മൊത്തത്തിൽ അടുപ്പങ്ങളെ. കാർട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി വലിയ വേടാ, മറ്റേ ഡ്രഗ് കാർട്ടലാണ് കേട്ടോ. ഇപ്പം അതല്ല, ഇപ്പൊ അസോസിയേഷൻ അതൊക്കെ നല്ലതാണ് ആൾക്കാർ. അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവരൊരു പാക്കേജ് പോലെ ഉണ്ട് ഇപ്പം. അത് ഇപ്പം അവര് ചെയ്യുന്നില്ലെങ്കിലും ഇപ്പം പാക്കേജ് പോലെ എല്ലാരും അടുത്തുള്ളതുകൊണ്ടേ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാം. ഈ ഒരു വൈറ്റ് വാഷിംഗ് വേണമെങ്കിൽ പ്ലാൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ ഇപ്പൊ റിവ്യൂസ് ആവട്ടെ, റിവ്യൂസ് ഒരു ടീമാ, എല്ലാരും സംഘടിച്ചിരിപ്പുണ്ട്. അവർക്കും അവര് എന്തെങ്കിലും ആൾക്കാർ വേറെ സിനിമാക്കാര് നെഗറ്റീവ് പറഞ്ഞതിന് ആക്രമിച്ചാലും മൊത്തത്തിൽ എല്ലാരും ഒരുമിച്ചുള്ളതുകൊണ്ട് ഇവര് തമ്മിൽ മറ്റേ വിമർശിക്കാൻ അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. അതെ, അതെനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഈ കാർട്ടൽ എന്നുള്ളതിനെക്കാട്ടി ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് വരുമ്പോഴാണ് പിന്നെ അത് നമുക്കായാലും അങ്ങനെ തന്നെ. അത് നമ്മൾ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് അടുത്ത് നിന്നാല് അടുപ്പം ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിമർശിക്കാനൊന്നും പറ്റൂല. അതിപ്പോ ആൾക്കാർ അവരെ വിമർശിക്കാത്ത എന്തെന്നൊക്കെ പറയുന്നതുകൊണ്ട് നമുക്കൊരു അടുപ്പോ ഒരു സംഭവം ഒരു കുറച്ച് സംസാരിച്ചാൽ മതി, നമുക്ക് അടുത്തുള്ളതല്ലേ വിമർശിക്കാൻ പറ്റൂല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരും അപ്പോഴേ തന്നെ. നമുക്ക് അറിയാന്നുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് നമ്മുടെ നമുക്ക് ചിലപ്പോൾ വിമർശിക്കൂല എന്നതൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് ഒരു നമ്മൾ പോലും അറിയാതെ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനായിരിക്കും ചിലപ്പോൾ നമ്മള് അതിന് ആ ഒരു ഒന്ന് കുറയ്ക്കും ചിലപ്പോ. അതെ, ചില നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സിന്റെ സാധനം, ആക്ടേഴ്സിന്റെ സിനിമ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആക്ടേഴ്സിന്റെ സിനിമയൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ആ ഒരു ബയാസ്നെസ് വരും. നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു നടനാണ് അഭിനയിച്ചത്, ഒരു മോശ സിനിമയാണെങ്കിൽ, മോശമല്ല ഒരു ആവറേജ് സിനിമ ആണെങ്കിൽ നമുക്കത് ഒരു മോശ സിനിമയായിട്ട് തോന്നും. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടന്റെ ഒരു ആവറേജ് സിനിമ ആണെങ്കിൽ നമുക്ക് കിടിലമായിട്ട് തോന്നും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോഴങ്ങനത്തെ രീതിയിൽ വരും ഇവര്. തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ യൂട്യൂബിലും ഇപ്പം ഈ ആർക്കടയിലാണ് ഈ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ സംഭവിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. അതിലുള്ള പ്രശ്നം ഇതാണ്, ഈ ഒരു മറ്റേ ഓഡിറ്റ് ചെയ്യാനുള്ള ആളില്ലാതാവും. മറ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കാർട്ടലായി കഴിഞ്ഞാലേ, എല്ലാരും മറ്റേ ബോക്സ് ആയി കഴിഞ്ഞാലേ, എല്ലാം ഒരു പാക്കേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ അത് അങ്ങനെ വന്നു പോകുന്നതല്ലേ. അതിനിപ്പോ നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വെക്കാൻ പറ്റും. പോയാലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുക്കാതെ അത് വരുമോ? അറിഞ്ഞൂടാ കാര്യം. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇരിക്കുന്ന ക്രിയേറ്റേഴ്സിന് എല്ലാരും ഒരാള് ഇനിഷ്യേറ്റീവ് എടുത്ത് അവരെ സെറ്റ് ചെയ്താലല്ലേ ശരിയാവുള്ളൂ. അങ്ങനെ ആയിരിക്കാം, എനിക്കറിയില്ല അതിനെപ്പറ്റി, എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിലാണ്. ഈ യൂട്യൂബർ ആണെങ്കിലും ഇപ്പൊ യൂട്യൂബിലെ വീഡിയോസ് ഇടുന്നെന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമൊന്നും അല്ലല്ലോ, സാധാരണ മനുഷ്യൻ തന്നെ. അപ്പൊ അവർക്കുണ്ടാകുന്ന കണക്ഷൻസ് കൂടുമ്പോൾ നമുക്ക് എന്തായാലും ക്രമേണ നമ്മളും നമ്മുടെ ഒപ്പീനിയനും കുറച്ച് ബയാസ്നെസ് വരും. അത് കണക്ഷൻസ് കൂടുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനത്തെ ഒരു സാധനം വരുമല്ലോ. ഇപ്പൊ നിനക്കറിയാവുന്ന ഒരു ആളിനെ പറ്റി നിനക്ക് ചിലപ്പോൾ നീ കുറച്ചുകൂടെ ഒരു ഫേമസ് ആകുന്ന ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ നിനക്ക് പിന്നെ നീ സംസാരിക്കുന്നതിലും കുറെ റെസ്ട്രിക്ഷൻസ് വരും. ഇപ്പൊ ഈ സിനിമ നടന്മാരൊക്കെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, അവര് അങ്ങനെ എല്ലാം ഇങ്ങനെ ഓപ്പൺ അടിച്ചൊന്നും പറയില്ല, കുറെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എക്സാമ്പിള് ചന്തു ഒരു സിനിമ സംവിധാനം ചെയ്തു, ഇപ്പം അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ ഭയങ്കര പാടായിരിക്കും, അത് സത്യമാണ്. അതിപ്പോ ഇപ്പം നമ്മള് ഭയങ്കര ഫ്രണ്ട്ഷിപ്പോ ബെസ്റ്റ് ഫ്രണ്ട്സോ ഒന്നും അല്ലായിരിക്കും, പക്ഷെ അടുപ്പ ഒരു ബന്ധമുള്ളതുകൊണ്ട് നമുക്ക് കാണാനുള്ളതല്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് വിഷമം വരും. എന്തായാലും നമ്മളൊരു ഇങ്ങനെ ഒരു ഇത് വരുമ്പോ എന്തായാലും അവർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരും. നമ്മളെല്ലാം വിമർശനങ്ങളെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാലും ചെറിയൊരു അതല്ലേ ഇപ്പൊ ദിലീപിന്റെ കേസ്, ആ കേസിൽ അവർ രണ്ടുപേരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് പറഞ്ഞതാ. അപ്പൊ അതെന്തുകൊണ്ട് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയണേ? അതാ അവർക്ക് ഈ ഇപ്പൊ നമുക്ക് കോണ്ടാക്ട്സ് കൂടുമ്പോ ക്രമേണ നമുക്ക് അതൊരു ഇത് വരും, നമ്മുടെ വായും ഒന്ന് മൂടി കെട്ടേണ്ടി വരും.
ഇപ്പൊ അശ്വന്ത് കോക്കിനും ഇല്ലെങ്കിൽ അമ്മാതിരി വെറുപ്പീരനായിരിക്കാം. അശ്വന്ത് കോക്കിനും ഉണ്ട്. അശ്വന്ത് കോക്ക് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഉമർ ലുല്ലുവിന്റെ സിനിമകള് പോയി കാണാറ് ഒഴിവാക്കും, റിവ്യൂ ചെയ്യാനും ഒഴിവാക്കും. കാരണം അടുപ്പം കാരണം ഇങ്ങനെ റിവ്യൂ ചെയ്യാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്, എല്ലാവർക്കും ഒരു ബയോസ്നെസ് വരും. അതെ, അല്ലെങ്കിൽ നല്ലൊരു മറ്റേ ഇച്ചിരി മൊരട് സ്വഭാവമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ മറ്റേ ഇച്ചിരി കറക്റ്റായിട്ട്. അങ്ങനെയുള്ളവർക്ക് ഇതേപോലെ ഫ്രണ്ട്സ് കാണത്തില്ല, ഫ്രണ്ട്സ് കുറവായിരിക്കും. നാളെ എന്നെ കുറ്റം പറയണാണെങ്കിൽ പിന്നെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ വയ്ക്കില്ലല്ലോ ആൾക്കാർ. പിന്നെ ചിലര് ജോലി ഇതൊക്കെ ആയിരിക്കാം, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ അങ്ങനെ യൂട്യൂബിൽ കാണാറില്ല. ഇപ്പൊ ഭയങ്കര ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും അങ്ങനെ 100% ശരിയായിട്ടുള്ള സാധനങ്ങളൊന്നും ആയിരിക്കില്ല പറയാം. നമ്മുടേതായ ബയാസ്നെസ്സിലൊക്കെ ആയിരിക്കും. ഇനിയിപ്പം ഞാൻ കാണുന്ന ലോകം ആയിരിക്കില്ല ദാസൻ കാണുന്നത്, ഉല്ലാസ് കാണുന്നത്. ആ ഒരു രീതിയിലാണ് അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. അത് വരും. ബയസ്നെസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ കാണും. നമുക്ക് ഒരു ഇഷ്ടമുള്ള ഒരു സാധനത്തിന് അത്ര നിഷ്പക്ഷമായിട്ട് എല്ലാം നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന ഒരാൾക്ക് നിഷ്പക്ഷതയുടെ ഒരു ബയസ്നെസ് കാണും. അതിന് സബ്ടൈറ്റില് വേണം മനസ്സിലാക്കാൻ. അല്ല, ഞാൻ ചിലപ്പോ ഞാൻ വ്യത്യസ്തനായിരിക്കണം പറഞ്ഞിട്ടൊരു ഡിസിഷൻ എടുക്കാറില്ലേ? ഇല്ലേ? എല്ലാരും ഇത് പറയുന്നത് അപ്പൊ ഞാൻ മാറ്റി പറയാം. അത് ഞാൻ ചിലപ്പോഴൊക്കെ മറ്റേ ഞാൻ ഈ ക്രിക്കറ്റ് കളിയൊക്കെ ആകുമ്പോ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളൊരു ടീം പറയുമ്പോ ഞാൻ എങ്കിൽ മാറ്റി പറയാം. ഞാൻ ഈ ഹോട്ടലിലൊക്കെ കേറുമ്പോ അതുണ്ട് നമ്മളെല്ലാരും ഒരു സാധനമാണ് പറയുന്നതെങ്കിൽ മാറ്റി പിടിക്കും. ഇവന്മാരെല്ലാം ഇത് പറയും, എല്ലാം പറഞ്ഞു. അപ്പൊ ഇത് വ്യത്യസ്തതയാണോല്ലോ മാറ്റി പറയും. അത് ശരിയാ. വ്യത്യസ്തനാവാൻ ശ്രമിക്കുന്നവരുടെ അതും ഒരു വ്യത്യസ്തത, വ്യത്യസ്ത ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്. നമ്മൾ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 2026 ഇപ്പൊ നമ്മളെ കേരള യൂട്യൂബ് കമ്മ്യൂണിറ്റി നോക്കി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് ചാകര എന്ന് വെച്ചാൽ ഒരു കടലില് മറ്റേ മത്തിയൊക്കെ ചാകര കൂടുമ്പോൾ ഇത്രയും കണ്ടന്റുകൾ ഇങ്ങനെ അടുക്കി ഇരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോ ഒന്ന്. ഇതില് ഇവർക്കും ഈ സത്യം പറഞ്ഞാൽ ഈ ഇടുന്ന ക്രിയേറ്റേഴ്സിന് കുറച്ച് ഡാമേജ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ഈ റിയാക്ഷൻ ചെയ്യണവർക്ക് ഇപ്പൊ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ തന്നെ 4 ലക്ഷം വ്യൂ, 5 ലക്ഷം വ്യൂ, 3 ലക്ഷം വ്യൂ അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇല്ല ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോ ഇവർക്ക് ആ ഒരു ഈസി മണി ഉണ്ടല്ലോ, അത് കടാതെ ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇത് നമുക്കൊരു എന്നുവെച്ചാൽ ഇവര് അതെന്ന് പറഞ്ഞാല് ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് തോന്നിയ സാധനമാണ്. ഇപ്പം തൊപ്പിയുടെ സാധനം ഇട്ടു, തൊപ്പിക്ക് ഡാമേജ് പറ്റി, തൊപ്പി വീഡിയോ ഇട്ട് ചിലപ്പോ അവൻ ഒരു വീഡിയോക്ക് ആ ഒരു പൈസ കിട്ടിക്കാണ്. അഹാനയുടെ വീഡിയോ എന്തായാലും തൊപ്പി ഇടൂല. അഹാനയുടെ വീഡിയോ വന്ന് അത് ഞാൻ മാറ്റും. അത് ശരിയാണോ? അല്ല, ഇത് ഈസി ഞാൻ പറയത്തില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇതിന് വേണ്ടിയിട്ടാണ് നിക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ സീക്രട്ടായിട്ട് ഒരു ദിവസം 5-6 വീഡിയോ ഒക്കെയാണ് ഇടുന്നത്. അപ്പം അത് എടുക്കണമെങ്കിൽ തന്നെ ഒരു ദിവസം ഫുള്ള് വേണ്ടി വരും മിക്കവാറും. പിന്നെ അതിനു വേണ്ടി മെനക്കെട്ട് നിക്കണം. അങ്ങേര് UK പോയപ്പോഴും തൊപ്പിയുടെ ഇഷ്യൂ അവിടെ കറങ്ങി നടന്ന സമയം കളയാതെ ഇത് റിയാക്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ റിയാക്ട് ചെയ്ത് ആ ടൈം മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പൊ ടൈം മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം എടുക്കാൻ നമുക്ക് വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ, ഒറ്റ ഷോട്ട് എഡിറ്റഡ് ഇല്ല. പിന്നെ വല്ല ഇത് വെച്ച ഒരിത്, പിന്നെ തംബ്നെയിൽ അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇടും. പിന്നെ ഇത് ഇടുമ്പം തന്നെ പുള്ളിക്ക് അറിയാം ഇത് ഓടുമെന്ന്. ഇത് ഇത്രയും കത്തിയിരിക്കണ വിഷയത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ഓടുമെന്ന് അറിയാം. ഒരു 3 ലക്ഷം ഓടുമോ? നമ്മള് അതിൽ നിക്കണമെങ്കിൽ എന്തായാലും ഒരു റഫ് ഐഡിയ കാണും ഇത് എത്ര ഓടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഓടുമ്പം ഈ സാധനം എടുക്കുമ്പോ തന്നെ അറിയാം ഇത് ഹിറ്റ് അടിക്കണ സാധനമാണ്. ഇത് അല്ല, പക്ഷെ നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായില്ല. അല്ല, പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇപ്പൊ ഈസി മണിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഈസി മണിയാണ്, അത് റെക്കഗ്നൈസ് ചെയ്യണം. ഈസി മണിയാ, അല്ലാതെ ഇപ്പം അവര് എഫേർട്ട് എടുക്കണമെന്നല്ല. ഇപ്പം അതൊരു ഈസി റോങ് ഡൂയിങ് അല്ല. ഇപ്പൊ ഇതൊരു ഈ ഒരു സാധനം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഒരുപാട് വീഡിയോ എത്തി ഒരു ഫെയിം എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോഴ് പിന്നെ
അതിനൊരു വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു വിഷയം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ നമ്മൾക്ക് ആലോചിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സീക്രട്ട് ഏജന്റോ വേറെ ക്രിയേറ്റ് ചെയ്യുന്നവര് രാവിലെ എണീറ്റിട്ട് ഇന്നൊരു വീഡിയോ എടുക്കണമല്ലോ ഇങ്ങനെ ആലോചിക്കും, ഇന്നൊരു വീഡിയോ എടുക്കണമല്ലോ ആലോചിച്ചിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തല്ലേ എടുക്കുന്നത്. ഒരു വിഷയം വരുമ്പോൾ അതെത്തും. ഇപ്പം ഞാൻ ഇന്ന് നമ്മളൊരു ടൈറ്റിൽ പോഡ്കാസ്റ്റിൽ ടൈറ്റിൽ എങ്ങനെ ആലോചിച്ച് എന്തൊരു ഇടാൻ ടൈറ്റിൽ തമ്മിൽ തല്ലി അങ്ങനെ ഇങ്ങനെ ആലോചിച്ച ഒരു ചെറിയൊരു ഇത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ആലോചിക്കണ്ടേ, ആലോചിച്ചിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അങ്ങനെ ഒരു ഇതും ഇല്ല. എന്ന് വെച്ചാൽ ടൈറ്റിൽ വരെ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ MRC തൊപ്പി അത്രയേ ഉള്ളൂ. അല്ലാതെ അതിനും ഇതില്ല. അതിനും അങ്ങനെ ഭയങ്കര എഫർട്ട്ലെസ് ആണെന്നുള്ള രീതിയിൽ എഫർട്ട്ലെസ് എന്നാണ് പറഞ്ഞത്. അല്ല അവര് എടുക്കണ ടൈമിന് ഇതുണ്ട്, അവര് സംസാരിക്കുന്ന ഈ ഒരു സംഭവം ബിൽഡ് ചെയ്തെടുക്കുന്നതിന്റെ അതിനൊക്കെ ഒരു കഴിവ് വേണം. ഞാൻ പറയട്ടെ, അത് ആർട്ടിക്കുലേറ്റും പ്രസന്റും ചെയ്യാനുള്ള ഒരു കഴിവാണ്. അതുകൊണ്ട് അപ്പൊ എല്ലാരും ഈ ഒരു സാധനം ഇട്ടെന്നും പറഞ്ഞിട്ട് ഓടൂല. ആ ഒരു സംഭവം വേണം, ആൾക്കാരെ ഇതിൽ ഹുക്ക് ചെയ്ത് നിർത്താനുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് അതിൽ. അതിപ്പോ പറയാം, ഈ ശാന്തിയുള്ള ദിനേശ് പുള്ളി പറയണ സാധനങ്ങള് പുള്ളിയുടെ ഇതിൽ കേൾക്കാൻ ഒരു രസം, അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതേപോലെ ചില ഈ ഇവരുടെ ചില യൂട്യൂബർ ചില റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ മാത്രം ആൾക്കാർ കാണുന്നത് അതുകൊണ്ടായിരിക്കും. ഇവരുടെ സ്ഥാനത്ത് നിന്ന് കേൾക്കാൻ ഒരു രസമാണ്. അത് ചിലപ്പോ ഒരു ന്യൂസ് കണ്ടാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ല, ഇവര് പറയുന്ന കേൾക്കുമ്പോഴായിരിക്കും ഇപ്പോഴാണ് കാര്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ദൂരദർശൻ എന്തുകൊണ്ട് താന്നുപോയി? കാര്യം അത്രയും ബ്ലാൻഡ് ആയിട്ടാണ് അവര് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പം ഹാഷിമി പിന്നെ അതേപോലെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ മെയിൻ മീഡിയയിലുള്ള, അവർക്ക് ഇങ്ങനെ ഖാ ഹൂ ഖാ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സാധനം കാണുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു കാണാനുള്ള താല്പര്യം ഇത് വരുന്നത്. അപ്പൊ അതേപോലത്തെ സാധനങ്ങൾ അങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിൽ എങ്ങനെയെന്നുള്ളതും കൂടെ അതിലൊരു കഴിവും കൂടെ വേണം. അത് പിന്നെ അതിനെനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ചിന്തിക്കണം. അതിനൊരു കുറച്ച് വർക്ക് എടുക്കണം. ചിലപ്പോ അവർക്ക് ജന്മന അങ്ങനെ ഒരു കഴിവ് കാണുമായിരിക്കും. എന്നുവെച്ചാ ഇപ്പൊ ചിലവർക്ക് റിയാക്ടർ അല്ല, ഇപ്പൊ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അവർക്ക് പറയാൻ വരുമായിരിക്കും അനർഗളം വരണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പം കൃത്യമായ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രസന്റ് ചെയ്യാം. പണ്ട് ഈ ഡോക്ടർ ക്രോമന്റിൽ ഈ വാ കൊണ്ട് പോലും പറയും സ്റ്റോറി ഇട്ടോണ്ടിരിക്കും. അതാണ് ഏറ്റവും എഫർട്ട്ലെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം അതേപോലെ ഒരുപാട് ഇപ്പൊ സീക്രട്ട് ഏജന്റ് മാത്രമല്ലല്ലോ, നമ്മള് സീക്രട്ട് ഏജന്റ് മാത്രമല്ലല്ലോ, ഇപ്പൊ റിയാക്ട് ചെയ്യണ ഒരുപാട് ചാനലുണ്ട്. ആ ഒരു ചാനലിനും ഇപ്പൊ നമ്മൾ പറയണ ഒരാൾക്ക് ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞ്, ഒരാൾക്ക് കഴിവ് ജന്മസിദ്ധമായിട്ടുള്ള കഴിവും ആർട്ടിക്കുലേറ്റ് എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കിലുള്ള ആൾക്കാരില്ലേ, ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്ക് ഒരേപോലെ കഴിവോ എന്നുവെച്ചാൽ ഒരേപോലെ അത്രയും ടാലന്റഡോ എന്നുവെച്ചാൽ അവർക്കും വ്യൂസ് ഉണ്ട്, അവർക്കും അവരെ ഓഡിയൻസ് കാണാനും അത് വേറെ റിയാക്ട് ചെയ്ത ഇവരെ ഇത് എന്താണ് ടേക്ക് കാണാനും ആൾക്കാരുണ്ട്. ഇപ്പൊ നമുക്ക് അത് ടേക്ക് കാണാനുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് ഒരു ത്വരയുണ്ട്. ഇത് പറഞ്ഞ ഇയാൾ എന്തായിരിക്കും ഇതിനെക്കുറിച്ച് പറയുന്നത്, ഒട്ടുമിക്കത് ഇവർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മസാല ഇടാത്ത രീതിയിലൊന്നും അല്ല സംസാരിക്കുന്നത്. ഇച്ചിരി ഇതൊക്കെ സ്പൈസിനെസ് അല്ലെങ്കിൽ അതങ്ങനത്തെ കേൾവിക്കാർക്കൊരു ഇത് കിട്ടുന്ന ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുന്നതുകൊണ്ട്. പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ തന്നെ ആ ഒരു മറ്റേ ഷമീറിന്റെ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആൾക്കാർക്കൊരു എന്റർടൈൻമെന്റാ. ഇയാള് എന്താ പറയാ പുള്ളി എന്തോന്ന് പറഞ്ഞ ഞാനിത് കൊറേ അല്ല ഇവിടെ വന്ന് ചൊറിയണ്ടെന്ന് അങ്ങനെ എന്തോ ഒരു സാധനം, ഒരു മാസ് ഡയലോഗ് കഴിക്കുന്ന സാധനോടല്ല, അങ്ങനത്തെ കുറെ എലിമെന്റ്സും അതിലുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇയാളിൽ വന്നാലല്ലേ കാണാൻ പറ്റൂ. അതാ അത് ഇടുന്ന അത് എഫേർട്ട്ലെസ് ആണ് ചില സാധനങ്ങൾ. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഈ യൂട്യൂബിൽ ആൾക്കാർക്ക് ഇഷ്ടം, എന്താണ്. അല്ല ഇതൊക്കെ എന്തായാലും ഇഷ്ടമായിരിക്കും. അമ്മച്ചിലകൾ എന്തായാലും ഇഷ്ടമായിരിക്കും. അമ്മച്ചിലകൾ ഒരു പുതുമയും കൂടെയാണ്. പക്ഷെ അമ്മച്ചിലകൾ അവരൊരു 10 ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഇത് പോവും. അത് പോവും. അടുത്ത ആള് വരുമ്പോഴ് അമ്മച്ചിലകളെ താഴോട്ട് പോയി ഇത് വരും. അപ്പോഴേ ഇങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞു ഇപ്പം അമ്മച്ചി, അതിനു മുമ്പ് മൈവേ കല്യാണി, അതിനു മുമ്പ് തൊപ്പിയിലെ തന്നെ 3-4 വീഡിയോ, പിന്നെ എന്തൊക്കെയോ സാധനം ഉണ്ടായിരുന്നു.
പൂക്കുറ്റി പൂക്കുറ്റി, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അടുക്കി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നങ്ങൾ അവര് ഉണ്ട്, ഇപ്പം പ്രശ്നങ്ങളും ഉണ്ട്. സംസാരിക്കുക ഇവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കിട്ടി, സംഭവം ഇത്രയും അങ്ങ് വരെയാണ്, ഇത്രയും അങ്ങ് വ്യൂസ് അങ്ങ് കിട്ടിയാണ്. അതാണ് അല്ല എനിക്ക് സംഭവം, എനിക്ക് എന്നെ ആശ്ചര്യപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഇതിന് ഇങ്ങനെ കണ്ടന്റുകൾ അടുക്കി ഇറക്കി വിടുന്നുണ്ടല്ലോ എന്നുള്ള ആലോചിക്കുമ്പോൾ. പക്ഷെ അല്ല നമ്മളിപ്പോ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കണ്ടന്റുകൾ വരുന്ന. ഒരു സമയത്ത് ഡ്രൈ ആയിരുന്നു. നമ്മൾ തന്നെ ഇടയ്ക്ക് വെച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുക, പോഡ്കാസ്റ്റ് എന്തെടുക്കണം എന്നിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ സീക്രട്ട് ആൻഡിൽ നോക്കും എന്താണ് ഇപ്പം കറന്റ് ഇവന്റ് നടന്നതെന്ന് നോക്കും. അപ്പൊ പുള്ളിയുടെ നോക്കുമ്പോൾ വ്യൂസ് ഒക്കെ ശോകം. അപ്പൊ മനസ്സിലാവും നടക്കുന്നില്ല സാധനം നടക്കുന്നില്ല. പക്ഷെ ഈ ഒരു 2-3 മാസത്തിനിടയ്ക്ക്, അതായത് തൊപ്പിയുടെ ഒരു സാധനത്തിന് ശേഷം ഉണ്ടായ ഈ ഒരു ഇവന്റ്സ് ഉണ്ടല്ലോ, അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, രേണു സുധീര 48 വീഡിയോ ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് ആ ഒരു കുറച്ചൊരു ഷെയർ ഒരു സഹായിക്കും. 48 വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വ്യൂസ് അതിനുണ്ട്. നാളെ തന്നെ ദാസൻ ചേട്ടൻ ഒരു ചാനൽ തുടങ്ങും, സീക്രട്ട് ദാസൻ. പണ്ട് ചെകുത്താനൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു ഇങ്ങനത്തെ രീതിയിൽ. പക്ഷെ അതൊന്നും അങ്ങനെ മെയിൻ സ്ട്രീമിലോട്ട് എത്തിയില്ല. അത് പുള്ളി ചെയ്യുന്നത്, പുള്ളി കുറച്ചുകൂടെ എന്താ മോണിറ്ററി ബെനിഫിറ്റിന്റെ രീതിയിലല്ല ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു സന്തോഷം, 2 തെറി പറയുമ്പോൾ സന്തോഷം, ഏട്ടൻ തെറി പറയുമ്പോൾ പുള്ളിക്കൊരു സന്തോഷം എന്നുള്ള രീതിയിലുള്ള ആ രീതിക്കല്ലേ പുള്ളിയും ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാണ്ട് ഇതൊരു റവന്യൂ സോഴ്സ്, ഇങ്ങനെ അരി മേടിക്കൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് രീതിയിലല്ല ചെയ്തത്. ഇപ്പൊ നമ്മളെ പോലെ ഒരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല പുള്ളി ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അരി മേടിക്കൽ തന്നെ അതൊരു ഭയങ്കര ഗ്ലോറിഫൈയിങ് ഒരു ഇതായിപ്പോയി. എന്ന് വെച്ചാൽ ഇത് അരിയാണ്, അത് ഞാൻ ചെയ്യും, അങ്ങനെ ഒരു ഇതാണ്. ഇത് എന്തിനെടുക്കുന്നതെന്ന് ചോദിച്ചാലും അരിയാണ്, എല്ലാവർക്കും ചെയ്യാമല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ചെയ്യുന്നു, ഇതിങ്ങനെ പോകും, അങ്ങനത്തെ രീതിയിൽ. പിന്നെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കിട്ടും, വാങ്ങിച്ച് പിടിക്കാനുള്ള കപ്പാസിറ്റിയും കൂടെ അത് നല്ലപോലെ വേണം. കാര്യം കമന്റ്സ് ഒക്കെ ചിലതൊക്കെ കാണുമ്പോൾ നമ്മള് പോയി ആത്മഹത്യ ചെയ്യാൻ തോന്നുമായിരിക്കും. പക്ഷെ അതൊക്കെ പിടിച്ചു നിൽക്കാൻ അത് വേണം. അത് ഞാൻ എല്ലാ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കും അതിനെ സമ്മതിച്ചിടും. കാര്യം അവർക്ക് നല്ല ഹ്യൂമിലിയേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കമന്റ്സും നല്ല രീതിയിൽ ഇതൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ അതിലെങ്ങനെ പിടിച്ചു നിൽക്കുന്നുള്ളത് അതില് അല്ല, എനിക്ക് തോന്നുന്നു കുറെ കിട്ടുമ്പോഴത്തേക്കും ഇതുമായിട്ട് അങ്ങ് യൂസ്ഡ് ആവും. അങ്ങനെ ആയിരിക്കും. ആദ്യമൊക്കെ ഒരു വിഷമം കാണും, പിന്നീട് ശീലമാവും. അല്ലേ, ഇവർക്ക് ഇനി അതും കൂടെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സുഖം അത്. അല്ല, അങ്ങനെ കിട്ടാത്ത സാധനങ്ങളൊക്കെ യൂസ് ആണല്ലോ, അതാണ് തന്നെ. ഇപ്പൊ നല്ല പൈസ, നല്ല ഇത് എല്ലാം ഉണ്ട്, ഒരു പള്ളുവടി പോലും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സുഖം, അതും കൂടെ വേണ്ടേ? അല്ല, ഈ ഇപ്പം എനിക്ക് തോന്നിയാണ്, ഇപ്പം പല്ലുവിളി ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ ശാന്തസുന്ദരമായ ഒരു കമന്റ് ബോക്സ് ഉണ്ടെങ്കിൽ അതിന് ആ വീഡിയോ ഓടാറില്ലായിരിക്കും. ചില ഇപ്പം യുണീക്കായിട്ടുള്ള വീഡിയോസ്, ഇപ്പം നീ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു അപ്രിസിയേഷൻ മാത്രം കിട്ടുന്ന സാധനങ്ങൾ വരുന്നത്. അല്ല, ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് അലക്കുന്ന വീഡിയോസിനൊന്നും എന്തായാലും ഇതൊന്നും കിട്ടൂല. ഇത് ആൾക്കാർ ലോയൽ ആയിരിക്കൂല. അതില്ല, അതല്ല. അത് ഈ ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഈ ഓഡിയൻസ്, നമ്മൾ കമ്മ്യൂണിറ്റി, ആസ് എ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു ഗ്രോത്ത് ഒന്നും ഇവർക്ക് കാണൂല. അത് കാണൂല. ഇവർക്ക് അങ്ങനെ ഒരു ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അണഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ഇതായി പോയി. ആൾക്കാരങ്ങനെ മറ്റേ എന്ത് ഇടാത്തത്, എന്ത് വരാത്തത്, മറ്റേ ഒരു ഇമോഷണൽ കണക്ഷൻ ചിലപ്പോൾ കാണൂല. ഇമോഷണൽ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയൽ ആയിരിക്കൂല. എന്ന് വെച്ചാൽ കമന്റ് ബോക്സ് വയ്ക്കുകയാണെങ്കിൽ ഇവരെ തെറി വിളിച്ചുള്ള കമന്റ് ആയിരിക്കും കൂടുതൽ നല്ല ഇത് ടോപ്പ് കമന്റിൽ വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓഡിയൻസ് ആയിരിക്കും. അപ്പോഴ അതിനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകണം. അല്ലാതെ ഇപ്പം നമുക്ക് ഇപ്പം വേറെ ആൾക്കാർക്ക് ഈ എന്റർടൈൻമെന്റ് ഇടുമ്പോൾ അതിനൊരു ലോയൽ ഓഡിയൻസ് വന്നിട്ട് ടോപ്പ് കമന്റ് എപ്പോഴും മോശം കമന്റ് ആയിരിക്കൂല. മൊത്തത്തിൽ ചെറിയൊരു എല്ലാവർക്കും ഒരു പോസിറ്റീവ് കമന്റ് ആയിരിക്കും കിട്ടണം. പക്ഷെ ഇവർക്ക് അങ്ങനെ ആയിരിക്കൂല. ഇവർക്ക് ആ ഒരു വിഷയമാണ് ഇമ്പോർട്ടന്റ്.
വിഷയം എങ്ങനെ ഇരിക്കുന്നു അത് അതുപോലെ ഇരിക്കും ഇവരെ വ്യൂസും കമന്റും എല്ലാം. അതെ, വിഷയത്തിനനുസരിച്ചായിരിക്കും. പിന്നെ ഈ വേറൊരു കാര്യം, ഈ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ, ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം ഫിറോസിക്ക എടുക്കുന്ന ഒരു വീഡിയോക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ഒരു സാധനമാണ്. കാരണം ഒരു നല്ല പൈസ ആവും. പക്ഷെ ഫിറോസിക്ക് ഇപ്പൊ കിട്ടുന്ന വ്യൂസും അതൊക്കെ ഭയങ്കര കുറവാണ്. അത് ചിലപ്പം ബ്രേക്ക് ഈവൻ തന്നെ ആവൂല. പക്ഷെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, പൈസ മുടക്കണം. ഇപ്പം ഭയങ്കര പൈസ മുടക്കണ ചെലവില്ല, ചെയ്യുന്നതിന് അങ്ങനെ വലിയ ചെലവില്ല. എഡിറ്ററിന് പോലും വലിയ പൈസ കൊടുക്കണ്ട, എഡിറ്റർ ഇല്ലായിരിക്കും. അപ്പോഴേ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പൊ ഫിറോസൊക്കെ വീഡിയോ തന്നെ ഇല്ല, കുറവാ, വല്ലപ്പോഴും ഇടണേ ഉള്ളൂ. അപ്പോഴേ അവര് തന്നെ വിചാരിക്കും ഇത്രയും ഒരു ഇത്രയും വലിയ എഫേർട്ട് എടുത്തിട്ട് എനിക്ക് ഇത്രേ കിട്ടണുള്ളൂ. അവര് ജസ്റ്റ് ഒരു കാറി വെച്ച് ഇത് റിയാക്ട് ചെയ്യണ ഇതിന് ഇത്രയും വ്യൂസ്, എല്ലാം വ്യൂസ്. ബിസിനസ് പരമായിട്ട് ചിന്തിക്കുമ്പം ഒരു സക്സസ് മോഡൽ എന്തൊക്കെ പറഞ്ഞാലും ഒരു സക്സസ് മോഡൽ ഇത് തന്നെയാണ്. ബിസിനസ് പരമായിട്ട് നോക്കുമ്പോൾ ഇത് തന്നെയാണ് കാര്യം. വലിയ ഇതില്ല, ഇൻവെസ്റ്റ്മെന്റും ഇല്ല, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൂടുതലുമാണ്. പക്ഷെ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ളൊരു സെറ്റപ്പ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കത് തോന്നുന്നു. പേഴ്സണൽ എനിക്കറിയാം ആ ഒരു സാധനം കൂടെ ഉണ്ട്. ഇപ്പോൾ യൂട്യൂബേഴ്സ് എന്നുള്ള സംഭവത്തിൽ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള സംഭവമുണ്ട്. കാര്യം ഇയാൾക്ക് ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്താൽ വർത്താണ്, അങ്ങനത്തെ ഒരു സാധനമുണ്ട്. അത് ചിലപ്പോൾ വരില്ല, അത് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. കാര്യം അവർക്ക് കണ്ടന്റാണ്, ഇവരുടെ കണ്ടന്റ് കൊണ്ടാണ്, ഐ മീൻ ഇവര് റിയാക്ട് ചെയ്യുന്ന കണ്ടന്റിനനുസരിച്ചാണ് ഇവർക്ക് വ്യൂസ് കിട്ടുന്നത്. അപ്പം അത് അവര് കാരണമല്ല. അപ്പം അതുകൊണ്ടുള്ള ആ ഒരു ബ്രാൻഡബിലിറ്റി അത്ര ഈ ബാക്കിയുള്ള വ്ളോഗേഴ്സോ അല്ലെങ്കിൽ ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സോ അങ്ങനെയുള്ളവരെ പോലെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ബോണ്ടിങ്ങും കിട്ടൂല. പിന്നെ കുറച്ച് ചെയ്യുമ്പോൾ ഈ പൈസയൊക്കെ വരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യായിരിക്കും. PR ഒക്കെ ചെയ്ത് പയ്യെ അതിന് അത് അങ്ങനെയൊക്കെ പെട്ടെന്ന് സെറ്റ് ആയതിനൊക്കെ പാടാണ്. നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഒരു ഈ സക്സസ് ഫോർമുല എന്ന് പറയുന്ന സാധനം യൂട്യൂബില് എനിക്ക് തോന്നണില്ല, എനിക്ക് ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. അത് ആൾക്കാരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ അഹാന ഇവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട്, അവരൊരു പേഴ്സണൽ ബ്രാൻഡാണ്. അവർക്ക് ഇപ്പം ഈ ഒരു വീഡിയോ ഇട്ട് ഇത് കഴിഞ്ഞ് ഇനി അടുത്ത ചിലപ്പോൾ ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇവരെന്തോരം രീതിയിലാണ് മറ്റേ അവരുടെ ആ ഒരു സ്ഥാപനം എന്തോരം കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. അത് ബ്രാൻഡ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഇതേപോലത്തെ ഒരു സാധനം തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും അവരുടെ രീതിയിലുള്ള ഒരു സക്സസ് ഒന്നും കിട്ടില്ല. അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട്. അത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് അനുസരിച്ചിട്ട് അത് കുറച്ചുകൂടെ ബുദ്ധിയുള്ളവർക്ക് ഇതിലൊക്കെ സക്സസ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മൾ യൂട്യൂബ് മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് അല്ല, സക്സസ്ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്നത് സക്സസ് ആണ്. കാരണം യൂട്യൂബിൽ വ്യൂസ് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. 2026 ഏറ്റവും നല്ല, ഇപ്പം നമ്മളിപ്പോൾ 2022 കോവിഡ് ആ ടൈമിൽ ഒരു 23-24 കാലഘട്ടത്തിൽ പോലെ അല്ലേ ഇപ്പൊ യൂട്യൂബ്. അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സ് അങ്ങനെയുള്ള വലിയ വീഡിയോസും ഇടണ കുറഞ്ഞ്, അങ്ങനെ ഇപ്പം യൂട്യൂബിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യണ സാധനങ്ങളുണ്ടല്ലോ. യൂട്യൂബിന് ഇപ്പം ഒരു ക്രിയേറ്റർ ഒരു സ്ഥലത്ത് പോണ്, അത് യൂട്യൂബിൽ ഇടുന്ന ആ ഒരു സെറ്റപ്പാണ് കൂടുതൽ വരണം. എന്ന് വെച്ചാൽ ഒരു സംഭവം നമ്മൾ ചെയ്യുന്നു, അല്ലാതെ തന്നെ ചെയ്യുന്നു, അത് ഡോക്യുമെന്റ് ചെയ്ത് യൂട്യൂബിൽ ഇടുന്നു. നമ്മൾ പണ്ട് കുറച്ചൊക്കെ ഒരുപാട് പേര് മറ്റേ യൂട്യൂബിന് വേണ്ടി പോകുന്നതും ചെയ്യുന്നതും അത് ഒരുപാടുണ്ടായിരുന്നു. അത് ആ ഒരു സാധനം കുറഞ്ഞ് ഇപ്പം അങ്ങനെ ഒരു ഒറിജിനൽ എനിക്ക് തോന്നിയത് തിരിച്ചാ. പണ്ട് കുറച്ചുകൂടെ ആൾക്കാർ പോകുന്ന സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുത്തിടുന്നത് പോലെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴും ആൾക്കാർ അത് ആ ഒരു നാച്ചുറാലിറ്റി കൊണ്ടുവരുന്നതാണ് ആ വീഡിയോയ്ക്ക്. ഇപ്പൊ കുറെ ആൾക്കാർ യൂട്യൂബിന് വേണ്ടിയിട്ടാണ് സ്ഥലങ്ങളിലൊക്കെ പോണം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പണ്ട് ചിലരെന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുന്ന ഒരു ക്രൈസി ഐഡിയ അത് എക്സിക്യൂട്ട് അങ്ങനെ ചെയ്യണ രീതിയിൽ ഭയങ്കര അമച്വറിഷ് ആയിട്ടുള്ള രീതിയിൽ യൂട്യൂബ് ചെയ്യും. ഇപ്പോഴും അമച്വറിഷ് ആയിട്ട് യാത്ര ചെയ്യും ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്, അമച്വറിഷ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതി തന്നെ. എനിക്കങ്ങനെ അമച്വറിഷ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്യും. ഇപ്പൊ യാത്രകളിൽ തന്നെ ചില ആൾക്കാർ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്.
യൂട്യൂബിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അല്ല ഇപ്പൊ ഒരേ സ്റ്റൈലിൽ ചെയ്തോണ്ടിരുന്നാലും അതില് ഡിപ്പ് വരും. അത് ഈ പറഞ്ഞ കണക്ക് ഒരു ആൾക്കാർക്ക് എപ്പോഴും പുതുമ തേടി പുതുമയാണല്ലോ. ഓഡിയൻസിന് പറഞ്ഞ കണക്ക് ഒരേ സ്റ്റൈലിൽ തന്നെ ഒരു സാധനം ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് മടുക്കും. അപ്പം പുതുമ വരുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർ നിൽക്കോ അല്ലെങ്കിൽ പോണോ തീരുമാനിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ കണക്ക് പണ്ടൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ആൾക്കാർക്ക് പുതുമയായിരുന്നു. അത് കണ്ട് കണ്ട് മടുത്തപ്പോൾ ആൾക്കാർ പുതിയ സാധനം തേടി വന്നപ്പോഴാണ് ഇങ്ങനത്തെ ടൈപ്പ് കണ്ടന്റുകൾ വന്നത്. അപ്പൊ അങ്ങനെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഒരു ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഒരു മറ്റേ ഒരു ഫാസ്റ്റ് കട്ടിങ് അന്ന് ജം കട്ടിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു, ഒരു ടൈം ഉണ്ടായിരുന്നു, അറ്റൻഷൻ കട്ട്. അതെ, അങ്ങനെ ചടപട കട്ട് ചെയ്ത് വീഡിയോസ് ഇടുക, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അതിപ്പോ ഭയങ്കര കുറവാണ്. ഇപ്പം റോ ആയിട്ടുള്ള സാധനങ്ങളാണ് ആൾക്കാർ കൂടുതൽ എടുക്കുന്നത്. അതേപോലത്തെ രീതിയിലാണ് അവര് പ്ലാനും ചെയ്യുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ഫാമിലിയിലെ സാധനങ്ങള് ഇവരൊക്കെ തന്നെ ചെയ്യുന്ന കണ്ടില്ല. അത് എല്ലാം ഒരു യൂട്യൂബ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവര് കൊണ്ടുവരുന്നത്. ഒരു അങ്ങനത്തെ രീതിയിൽ ഇങ്ങനെ മറ്റേ ഒരു സൗരവ് ജോഷി എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദിക്കാരനുണ്ടല്ലോ, അവൻ ഇത് കല്യാണം കഴിച്ചത് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. ആ പുള്ളി എന്തോ ഒരു ഇതിൽ കണ്ടോ, റെഡിറ്റിൽ എന്തോ കണ്ടതാണ്. അത് പുള്ളിയുടെ വീടിന്റെ ഫ്രണ്ടില് ഒരു ഫ്ലാറ്റ് വരാൻ പോകുന്നു. അപ്പൊ ഫ്ലാറ്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ പ്രൈവസി എല്ലാം പോകും. അതുകൊണ്ട് ആ ഫ്ലാറ്റ് വരുന്ന സ്ഥലം എല്ലാം അവൻ മേടിച്ചു. അത്ര കാശുണ്ട്, ആ ഫ്ലാറ്റ് വരുന്ന സ്ഥലം എല്ലാം മേടിച്ചു. കാരണം അവർക്ക് പ്രൈവസി പോകാൻ താല്പര്യമില്ല. പക്ഷെ അവർ ഷൂട്ട് ചെയ്ത് ഇടുന്നുണ്ട്, വീട്ടിലെ സാധനങ്ങൾ പ്രൈവസി എല്ലാം ഇടുന്നു. അപ്പൊ ആ ഒരു സാധനത്തിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, അപ്പൊ ഇവരുടെ ഈ റോ ആയിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞ് ഇടുന്നത് റോ അല്ല. അത് ഒരു പ്രൊജക്ട് ആൾക്കാരെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യണം, ഇതാണ് എന്റെ റോ നല്ല രീതിയിൽ കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ അവനവിടെ ഫ്ലാറ്റ് വന്ന എന്ത് പ്രശ്നം? ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞ, ഇപ്പം ചിലപ്പം മലയാളത്തിലൊരു സംഭവത്തിൽ ഇപ്പൊ എൻ്റെ ഒരു ഇതില് എനിക്കറിയില്ല, കണ്ടതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും, ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷെ മലയാളത്തിലൊരു അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് ഒരു സാധനമൊക്കെ അങ്ങനെ ഒരു ഡിപ്പ് എന്ന് വെച്ചാൽ വ്യൂസ് ഒക്കെ കുറഞ്ഞുകൊണ്ടായിരിക്കും ഡിപ്പ് വന്ന് തുടങ്ങി. ഡിപ്ഡ് ആണ് യൂട്യൂബ് കമ്മ്യൂണിറ്റി. അങ്ങനെ ഒരു നമുക്കിപ്പം ചാനലിൽ കയറിയിട്ട് യൂട്യൂബിൽ എന്തെങ്കിലും കാണാൻ ഒരു രസമുള്ള ഒരു വ്ളോഗോ വീഡിയോ കാണാനുള്ള ഓപ്ഷൻസ് ഇല്ലാത്ത പോലെ എനിക്ക്, അത് എൻ്റെ ടേസ്റ്റിന് ചിലപ്പോൾ പ്രശ്നമായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു ഇത് പണ്ടത്തെ പോലെ അങ്ങനെ മിസ്സിങ്ങാ. പണ്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷൻസ് അവർ അങ്ങനെ ക്രിയേറ്റും ചെയ്യുന്നില്ല. ലോങ് ഫോം കണ്ടന്റ്സ് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്, കൂടുതലും ഇപ്പം ഷോർട്ട് ഫോമിൽ ഷോർട്സിലോട്ടാണ് പോണത്. ഇപ്പം വ്ളോഗ് ആണെങ്കിലും മിനി വ്ളോഗ് പോലത്തെ സാധനങ്ങളാണ് ആൾക്കാർ ഷൂട്ട് ചെയ്തിടുന്നത്. അതാകുമ്പം എളുപ്പമാണ്, കുറച്ചും കൂടെ എളുപ്പമാണ്. ഈ ലോങ് ആയിട്ട് നമ്മൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെ കാട്ടി കുറച്ച് ക്രിസ്പായിട്ട് കാണുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടമെന്ന് തോന്നുന്നത്. ഷോർട്സിന് വേണ്ടിയിട്ട് നല്ല എഫേർട്ട് ഇടുന്നുണ്ട് ആൾക്കാരുടെ. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും അവർ ഈ ലോങ് ഫോം വീഡിയോ ചെയ്യാതെ മറ്റേ KL10 ബ്രോയൊക്കെ ഇല്ലേ, പുള്ളിയൊക്കെ ഷോർട്സ് വഴി സാധനങ്ങള് സ്ക്രിപ്റ്റഡ് ആയിട്ട് ലോങ് ഫോം ചെയ്യണതിന് പകരം ആ ഒരു രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എനിക്ക് തോന്നുന്നു നമ്മള് കണ്ട ലോകം മാറി, അതാ പ്രശ്നം. കാലത്തിനനുസരിച്ച് ആൾക്കാർ കാലത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോയില്ല. നമ്മള് സത്യം പറഞ്ഞ ഷോർട്സിന്റെ അങ്ങ് അധികം എക്സ്പ്ലോർ ചെയ്തില്ല. അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഓടുന്നത്. ആൾക്കാർ ഭയങ്കരമായിട്ട് ചെയ്യുന്നത് അത് തന്നെ. പക്ഷെ നമ്മളങ്ങ് ഇറങ്ങിയിട്ടില്ല, അത് സത്യം. ബ്രാൻഡ്സും കൂടുതൽ റീലും ഷോർട്സും തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനത്തെയൊക്കെ ഉണ്ട്. നമ്മള് അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവണം. ഈ യൂട്യൂബും ഈ സോഷ്യൽ മീഡിയ മാറുന്നതിനനുസരിച്ച് ഞാൻ ആസ് എ ക്രിയേറ്റർ അല്ല പറഞ്ഞത്, ആസ് എ ഓഡിയൻസ് ആണ് പറഞ്ഞത്. ഇപ്പം ആൾക്കാർക്ക് അറ്റൻഷൻ കുറവാണ്, ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമില്ല. പക്ഷെ നമുക്കൊരു കാണാൻ ടൈം എന്ന് വെച്ചാൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ടൈം അടക്കുമ്പോഴും നമുക്ക് ഷോർട്സ് മാത്രം കണ്ടാൽ പോരല്ലോ. പാൻ ഇന്ത്യൻ അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ ഇല്ലേ, അവരൊക്കെ കുറച്ചുകൂടി ഈ ഷോർട്സ് എന്നുള്ള രീതിക്കല്ലേ പൊങ്ങി വരുന്നത്. അപ്പം ആ ഒരു സാധനം അവിടെ വളരുന്നുണ്ട്.
ഇപ്പൊ നമ്മള് ചിലപ്പോ പണ്ടത്തെ ഇതില് പണ്ട് ഈ സാധനങ്ങളൊക്കെ ഷോർട്സിലല്ലായിരുന്നു, അല്ലാണ്ട് വീഡിയോ എന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ലോങ് ഫോം വീഡിയോ എന്നുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അത് ആൾക്കാര് കാണാനും ആൾക്കാരില്ലാന്ന് തോന്നുന്നു. ചിലപ്പോ നമ്മൾ മാത്രമേ കാണുമായിരിക്കും. ഇപ്പൊ ചേട്ടന് ലോങ് ഫോമിൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഭയങ്കര കുറവായിരിക്കും. അല്ല, ഇതിപ്പം ഇങ്ങനെ കാണുമ്പോ ഷോർട്സ് കാണണമെങ്കിൽ സ്ക്രോൾ ചെയ്യുന്ന ഒരാൾക്കാർക്ക് അത് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയത്. ഇപ്പൊ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകണം. ഇപ്പൊ നമ്മളൊരു വീഡിയോ കാണുമ്പോൾ വീഡിയോ കാണുന്ന ഒരാൾക്ക് അതില്ലല്ലോ. ആ ഒരു ഷോർട്സ് എന്ന് പറയുന്നത് വേറൊരു സാധനമല്ലേ, സ്ക്രോളിങ് സാധനമല്ലേ. നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴ് കാണണം. അല്ലാതെ പിന്നെ സ്ക്രോൾ ചെയ്യാത്ത ഒരാൾക്ക് സ്ക്രോള് ചെയ്യാത്ത ആൾക്കാർ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ നിന്നോട് അനുകൂലിക്കുന്നു. കാര്യം ഞാൻ ഇപ്പോ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് കാണുന്നതെങ്കിൽ എന്തെങ്കിലും സാധനം കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂവിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഞാൻ കാണുന്നത്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയാനോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ക്രിക്കറ്റ് കളി നടക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അനാലിസിസ് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പം ബാക്കി ഇപ്പോൾ ഈ ഷോർട്സും റീൽസും ഒക്കെ ആയിരിക്കും എനിക്ക് ഓപ്ഷൻസ്. എന്റർടൈൻമെന്റിന് വേണ്ടി ഓപ്ഷൻസ് അതാണ്. ലോങ് ഫോമിന് വേണ്ടി ചിലപ്പോ ഞാൻ സിനിമ കാണും. ലോങ് ഫോമിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലായി. അല്ല, ഞാൻ ചിലപ്പോ സിനിമ കാണും. ആ സമയത്ത് സീരീസോ അങ്ങനത്തെ എന്തെങ്കിലും കാണാനേ നോക്കും. അല്ലാത്ത സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ ചുമ്മാ ഒന്ന് ഓണാക്കിയിട്ട് എന്താണ് റെക്കമെൻഡേഷൻ എന്തെന്നുള്ള സാധനത്തിൽ മിക്കത് റെക്കമെൻഡേഷൻ വരുന്ന സാധനമാണ് ഞാൻ കൂടുതൽ കാണുന്നത്. അല്ല, സെർച്ച് ചെയ്ത് കാണുന്നത് ഇപ്പൊ ഭയങ്കര കുറവാണ്. പിന്നെ എനിക്ക് ചിലപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യാത്തായിരിക്കും. നമ്മൾ അല്ലാണ്ട് ഇപ്പം പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ യൂട്യൂബ് അങ്ങനത്തെ ചാനൽസ് ഉണ്ട്. അവരുടെയൊക്കെ നമ്മൾ പുതിയൊരു സാധനം വന്നിറങ്ങുമ്പോൾ അവർ ഇന്ന് ഒരെണ്ണം ഇട്ടിട്ടുണ്ട്, അവർ നാളെ മെനിങ്ങാന്ന് ഒരെണ്ണം ഇട്ടു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെല്ലാവരും ഇങ്ങനെ സംസാരിക്കാൻ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവിടെയും അതും ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സാധനമാണ്. അവിടെ അത് ഓടുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നില്ലായിരിക്കും. പക്ഷെ ആ സാധനത്തിൽ നിന്ന് മാറി ഇതിലോട്ടായി ഓടുന്നുണ്ട്. പക്ഷെ അതൊരു 2 മിനിറ്റോ 1 മിനിറ്റോ ഉള്ളൂ. ലോങ് വേണം എന്നാണ് പറയുന്നത്. അല്ലേ, ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പൊ സീരീസ് സിനിമയൊക്കെ ഇപ്പം അതിന് കുറെ ശ്രദ്ധിച്ചിരുന്ന് കാണണം. പിന്നെ അത് ഒരു ടൈം അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് വെറുതെ അത് ഇനി എന്ത് നടന്നാലും മറ്റേ കെയർ ഫ്രീ ആയിട്ട് പോകുന്ന കണ്ടന്റുകളുണ്ടല്ലോ. ഒരു മൈൻഡിനൊരു പ്രശ്നമില്ലാതെ അത്ര ഇൻവെസ്റ്റ് ചെയ്യാതെ കണ്ട് പോകണ ഒരു ഫ്രീ വാച്ച് സാധനങ്ങളൊന്നും കുറവെന്ന് പറഞ്ഞാൽ അത് ഇപ്പം ട്രെൻഡ് അല്ലേ ആയിരിക്കും. ഇപ്പം ചേട്ടന് ചാനലുണ്ട്, ചേട്ടൻ ഇങ്ങനത്തെ വീഡിയോ ആണ് ഇട്ടോണ്ടിരിക്കുന്നത്, അതിന് വ്യൂസ് ഇല്ല. അപ്പൊ അങ്ങനത്തെ വീഡിയോ ഇട്ടോണ്ടിരിക്കുവോ? ഇല്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ കുറെ പേര് നിർത്തിയത്. അങ്ങനെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കുറെ പണ്ട് കുറെ ഷോർട്ട് ഫിലിം അതൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ ഒരു വ്യൂസ് കുറഞ്ഞതേ അങ്ങനെ ഇല്ലാത്തോണ്ട്, ഇപ്പം ആൾക്കാരില്ലാത്തോണ്ട് മാത്രമാണ് അത് കുറഞ്ഞത്. ആൾക്കാരില്ലാത്തോണ്ട് ഇപ്പൊ ഞാനത് കാണുന്നില്ല. ഞാനിപ്പോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിലെ എനിക്കറിയില്ല, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പം എന്തെങ്കിലും ഇപ്പം എന്താ പറയുക റെക്കമെൻഡേഷൻ യൂട്യൂബാണ് എന്നെ കൊണ്ടുപോകുന്നത്. എന്താണ് നീ കാണേണ്ടത്, എന്താണ് ഇത് സാധനം, ഇത് കാണൂ, ഇങ്ങനെ കുറേ സജഷൻ കാണിച്ചു തരും. എന്നിട്ട് അതിൽ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക. അതിലാണ് ഞാൻ പോയിട്ട് ഇപ്പം ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കാറില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ നമ്മുടെ കയ്യിൽ തന്നെ കമൻറ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടൂ എന്തെങ്കിലും ഇതൊക്കെ. അവരൊക്കെ നമ്മളെ സെർച്ച് ചെയ്ത് തപ്പിപ്പിടിച്ച് കാണുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മുടെ സാധനങ്ങൾ അങ്ങനെ കാണാൻ വേണ്ടി വരുന്നത്. അങ്ങനെ എത്ര പേർക്ക് അത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ആൾ എൻ്റെ ഇതിൽ ഞാൻ റെക്കമെൻഡഡ് വരുന്ന സാധനങ്ങളൊക്കെയാണ് കൂടുതൽ കാണുന്നത്. എൻ്റെ ഒരു ഇതില് ഇപ്പൊ അങ്ങനെ ഇങ്ങനെ കാണുന്ന ആൾക്കാരും ഉണ്ട്. ഇങ്ങനെ എന്താ വെച്ചാൽ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും കണ്ടന്റ് ഇല്ല എന്നുള്ള ഒരു ഇത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആൾക്കാർ ഇപ്പം കണ്ടന്റ് കുറവാണ്. ഇങ്ങനെ ഇപ്പം ലോങ് ഫോം കാണാൻ ആഗ്രഹമുള്ളവർക്കും അങ്ങനെ ഒരു ക്ഷാമം നേരിടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് കണ്ടന്റ് ക്ഷാമം നേരിടുന്നു. പക്ഷെ അങ്ങനെ ഇടുന്ന ആൾക്കാർക്ക് വ്യൂസ് ക്ഷാമം നേരിടുന്നു. അപ്പൊ എന്ത് ചെയ്യും? അത് പറ. ശരിയാ.
നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ലോങ് ഫോം കണ്ടന്റ് ക്ഷാമം നേരിടുന്നുണ്ടോ എന്നുള്ളത് എന്തായാലും കമന്റിൽ അറിയിക്കുക. അതായത് എനിക്ക് എങ്ങനെ ലോങ് ഫോമിൽ അങ്ങനെ ഒരു സംഭവം കണ്ടന്റ് ക്ഷാമമായിട്ട് എനിക്ക് യൂട്യൂബ് വരുമ്പോഴത്തേക്ക് ഞാനും കൂടുതൽ റെക്കമെൻഡേഷൻ ബേസ് ചെയ്താണ് ഈ കാണുന്നത്. ട്രെൻഡ് അന്നത്തെ ട്രെൻഡിങ് എന്താണെന്നുള്ള അവർ കാണിച്ചു തരും. ചിലപ്പോൾ മറ്റേ ഇന്ന് യൂട്യൂബ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ അടി, അപ്പൊ അത് ഞാൻ പെട്ടെന്ന് അതിൽ കയറി നോക്കും എന്താണ് പ്രശ്നം, കോർപ്പറേഷനിൽ എന്താണ് പ്രശ്നം. അല്ല, സെർച്ച് ചെയ്ത് കാണുന്ന കൂടുതൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംശയമുള്ള സാധനങ്ങളായിരിക്കും സെർച്ച് ചെയ്ത് കാണുന്നത്. അല്ലാതെ ഇപ്പൊ പഴയ ഇതിലോട്ട് പോയി. നമ്മള് യൂട്യൂബ് പണ്ട് സെർച്ച് എഞ്ചിനായിട്ട് യൂസ് ചെയ്ത പോലെ ആയിപ്പോയി. അല്ലാതെ പിന്നെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതും കാണും. അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ കൂടുതലും കാണുന്നത്. യൂട്യൂബ് ഇപ്പോഴൊരു വലിയ സെർച്ച് എഞ്ചിൻ ആയിട്ടല്ലേ അവര് പരിഗണിക്കുന്നത്. പണ്ട് അത് മാത്രമായിരുന്നു. എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണമെങ്കിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി ചെയ്യണം. പക്ഷെ ഇപ്പം അങ്ങനെ അല്ല. എനിക്ക് തോന്നിയത് ക്രിയേറ്റേഴ്സും കൂടെ വരാത്തതിന്റെ ക്ഷാമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്രിയേറ്റേഴ്സിന് വരുന്നതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ? അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ട്രൈ ചെയ്താലല്ലേ അത് ഈ ട്രെൻഡ് മാറി മാറി വന്ന് ചിലപ്പോ ഈ സാധനം തിരിച്ചു വരുമായിരിക്കും. ഷോർട്ട് ഫോം എടുക്കുമ്പോൾ ആൾക്കാർ ലോങ് ഫോം കാണാൻ വരുമായിരിക്കും. അങ്ങനെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ക്രിയേറ്റേഴ്സ് എന്റെ ലോങ് ഫോം കാണാനുള്ള ആഗ്രഹത്തിന് വേണ്ടി എല്ലാരും വരും. നല്ല നല്ല കണ്ടന്റ് ഇടുമെന്ന് പ്രതീക്ഷയോടെ. ഇന്നത്തെ പോഡ്കാസ്റ്റ് ചിലപ്പോൾ ഇടുന്നുണ്ടായി, നമുക്ക് വരാത്തതായിരിക്കും. അല്ല, നമ്മൾ ഇന്ന് തുടങ്ങിയത് ഈ പറഞ്ഞ കണക്ക് ഗോസിപ്പിൽ നിന്നാണ് തുടങ്ങിയത്. പറഞ്ഞ് നമ്മളിപ്പോ യൂട്യൂബിന്റെ കണ്ടന്റ് വേൾഡിലേക്ക് എത്തി നിൽക്കുന്നു. യൂട്യൂബിന്റെ കേരള ഘടകത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചായിരുന്നു നമ്മുടെ ഇന്നത്തെ ചർച്ച. അതെ, അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ അറിയിക്കുക. നമ്മൾ സംസാരിച്ചതിൽ നിങ്ങൾ എന്തെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ, വിയോജിപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തുക. അതെ അതെ, എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും രേഖപ്പെടുത്തുക. പിന്നെ ഈ റിയാക്ഷൻ ചാനലുകളുടെ ആ ഒരു ചാകരയെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതും കൂടെ പറയുക. ഇത്രയും കണ്ടന്റുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് യൂട്യൂബിനൊരു അഭിമാനമാണ്. നമ്മൾ അതിലേക്ക് കാൽ വെക്കണോ ഒന്നും കൂടെ പറയാ. നിങ്ങളെ സ്റ്റാറ്റസിന് അത് ചേർന്നതല്ല. ഇങ്ങനെ പറഞ്ഞാണ് ഇല്ലം പിടിയാറായത്. എനിക്ക് തോന്നുന്നു ദാസചേട്ടൻ ഉടനെ തുടങ്ങും. അപ്പൊ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമന്റോ ഷെയറോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരേക്കും ബൈ.